ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറഞ്ഞേക്കാം സയൻസ് ഗ്ലോബലിനോടും രാജേഷ് ഭായിയോടും ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നതിന്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫാറ്റ് ആൻഡ് ഓയിൽ എന്നുള്ളതല്ല, കൊഴുപ്പും എണ്ണയും. അപ്പൊ ഇതിന്റെ ഒരു എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് ഇപ്പോഴും ഉള്ളത്. ഫാറ്റ് അല്ലെങ്കിൽ എണ്ണ എന്ന് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും ഇതിനെ ഒരു ഹെൽത്തുമായി കണക്ട് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് എപ്പോഴും ഉള്ളത്. അപ്പം അതിൽ കുറച്ച് വസ്തുതകൾ, അതിന്റെ ശരിയായിട്ടുള്ള വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാവരും തന്നെ എണ്ണ ഉപയോഗിക്കുന്നവരാണ്. അപ്പം ഈ എണ്ണ നമ്മുടെ കയ്യിൽ, നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി മേടിക്കും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ആട്ടിയെടുക്കും, അല്ലെങ്കിൽ കടയിൽ പോയി മേടിക്കും മറ്റുള്ള എണ്ണകള്. അപ്പൊ ഇതിന് പുറകിലുള്ള പ്രോസസ്സുകൾ, ഇത് എവിടുന്ന് വരുന്നു, ഇത് എങ്ങനെയാണ്, ഇത് ഈ അവസാനമായിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇത് ഏതുവഴിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു അവലോകനം അത്രേ ഉള്ളൂ. അതിൽ വളരെ കാര്യമായി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം ഇതിന്റെ ആ ഒരു സബ്ജക്റ്റ് നമ്മളിപ്പം എടുത്തിരിക്കുന്ന ആ ഭക്ഷ്യ എണ്ണയിലെ മായാജാലം എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങുമായിട്ട് എത്രത്തോളം നീതി പുലർത്താൻ പറ്റും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതിൽ അങ്ങനെ ഒരു മാജിക്കോ മായാജാലമോ ഒന്നുമില്ല. റിയാലിറ്റിയും സയൻസും മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു റിയാലിറ്റിയും പിന്നെ കുറച്ച് അബദ്ധധാരണകൾ മനുഷ്യർക്കുള്ളത്, സാധാരണ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കുള്ളത്, അതിനെയൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ ഇതിന് എന്തെങ്കിലുമൊക്കെ ദൂഷ്യഫലങ്ങളുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഇതിലൊക്കെ മായങ്ങൾ വരുന്നുണ്ട്, അതിലെ വസ്തുതകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം നമുക്ക്, എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പം എന്നായിരിക്കാം ഈ മനുഷ്യൻ ഓയിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് കുക്ക് ചെയ്യാനായിട്ട്? അപ്പം ഇത് സയന്റിസ്റ്റുകളൊക്കെ പറയുന്ന അനുസരിച്ച് തീ കണ്ടുപിടിച്ച കാലം മുതൽ, അത് ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തീ ഉപയോഗിച്ച് മനുഷ്യൻ തീ കണ്ടുപിടിച്ചു. അതിനുശേഷം അത് ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അന്നു മുതലായിരിക്കണം ഈ എണ്ണയും കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരും കണ്ടുപിടിച്ചത് ഇത് വെച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യാം എന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പല ഹിസ്റ്ററിയും പറയുന്നത് അന്നത്തെ ആദ്യമായിട്ട് ഈ എണ്ണ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇത് വെച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നത്, ഇറച്ചി ഈ തീയുടെ മുകളിൽ ചുടാനായിട്ട് കെട്ടിത്തൂക്കുമ്പോൾ അതിൽ നിന്ന് ഉരുകി വീഴുന്ന എണ്ണ ശേഖരിച്ചപ്പോൾ, അപ്പം അത് വീണ്ടും ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്വാദുണ്ടാവുന്നു ഭക്ഷണത്തിന്, അല്ലെങ്കിൽ അതൊരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ച് കാണണം. അങ്ങനെ ആയിരിക്കണം ഇത് മനുഷ്യൻ സ്റ്റാർട്ട് ചെയ്തെന്നാണ് പല സയന്റിസ്റ്റുകളുടെയും നിഗമനം. ഇന്നത്തെ ഒരു അജണ്ട എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബേസിക്സ് സയൻസ് എന്താണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓയിൽസ്, എഡിബിൾ ഓയിൽസ്, നമ്മൾ അതിനെ കുറിച്ചാണല്ലോ പറയുന്നത്, എഡിബിൾ ഓയിൽസിനെ പറ്റി. പിന്നെ ഇതിന്റെ പ്രോസസ്സ് എന്താണ്, ഇതിന്റെ പുറകിലുള്ള പ്രോസസ്സ് എന്താണ്, പലതരം സോഴ്സിങ് മുതൽ അല്ലെങ്കിൽ ഹാർവസ്റ്റിംഗ് മുതലുള്ള നമ്മുടെ കയ്യിൽ എത്തുന്നവരെയുള്ള ആ ഒരു പ്രോസസ്സ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ്. നമ്മൾ പലർക്കും അറിയാം, ഇത് നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നതാണ് കുക്കിംഗ് ഓയിലായിട്ട്, അല്ലെങ്കിൽ ഇപ്പം ബട്ടർ ഉപയോഗിക്കുന്നവരുണ്ട്, നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം ആപ്ലിക്കേഷൻസ് ഇതിനുണ്ട്, ഇതുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പം നമ്മുടെ ഒരു വീട്ടിലെ കിച്ചണിൽ കയറിയാൽ, നമ്മളല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ നോക്കിയാൽ അതിൽ 100% സാധനങ്ങളിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒഴിച്ച് എല്ലാത്തിലും ഇതുണ്ട്. ഐ മീൻ ആഡഡ്, അതിൽ നാച്ചുറൽ ആയിട്ടുള്ളത് ഓൾറെഡി ഉണ്ട്, അല്ലാതെ ആഡഡ് നമ്മൾ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പ്രധാനമായിട്ട് നമുക്കറിയാം, ഇത് ഫ്രൈയിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ്, ഇത് ഫ്രൈയിങ്ങിൽ ഇത് എന്താണ്, എത്രത്തോളം ഉപയോഗിക്കാം, ഏത് എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുന്ന ഒരു നല്ല എണ്ണയാണോ, അല്ലെങ്കിൽ ഈ ഫ്രൈയിങ്ങിൽ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്, എന്താണ് അവിടെ കെമിക്കൽ പ്രക്രിയ നടക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടാമിനൻസും അഡൾട്രൻസും. അപ്പം കണ്ടാമിനൻസ് പലരും അത്ര ഇഗ്നോർ ചെയ്യുന്ന ഒരു പാർട്ടാണത്. കാരണം ഇതിന് പ്രധാനമായിട്ടും ഒരു ലൈം ലൈറ്റ് കിട്ടുന്നത് അഡൾട്രേഷൻ പാർട്ടിനാണ്.
പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ കണ്ടാമിനൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ മനുഷ്യർ പലപ്പോഴും അതൊരു ഇഗ്നോറൻസ് ആണ്. അപ്പൊ അതിനെക്കുറിച്ചും ഒരു അവയർനെസ്, എത്രത്തോളം അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം. അതിന് പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് ഫസ്റ്റ് ആ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ഒരു ഫങ്ഷൻസ് എന്താണ്, നമ്മൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, അതർ ദാൻ കുക്കിങ്ങിന് അല്ലെങ്കിൽ ബേക്കിങ്ങിന് അല്ലാതെ ഇതിന് നമുക്ക് എന്താണ് ഇതുകൊണ്ട് കിട്ടുന്നത് നമുക്ക്. അതായത് നമ്മുടെ ബോഡിയിലെ പ്രോസസ്സുകൾ ഈ ഫാറ്റ് ഇല്ലാണ്ട് നടക്കത്തില്ല. ഇതിന് ഇത്രത്തോളം നെഗറ്റീവ് ഇമേജ് ഉണ്ടെങ്കിൽ പോലും ഈ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒന്നും തന്നെ നടക്കത്തില്ല. അപ്പം നമ്മുടെ ഓരോ സെല്ലെടുത്താലും ഇതെല്ലാം ഒരു കവർ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മെംബ്രെയിൻ വെച്ചിട്ടാണ്. ആ മെംബ്രെയിൻ്റെ പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്, അതിന്റെ പ്രധാനമായുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ആണെങ്കിലും നെർവ്സ് ആണെങ്കിലും ഈ ഓർഗൻസ് എല്ലാം എല്ലാത്തിന്റെയും മേജർ പോർഷൻ ഫാറ്റ് ആണ്. പിന്നെ കൊളസ്ട്രോളിന് ഇത്രത്തോളം ഒരു ബാഡ് ഇമേജ് ഉണ്ടെങ്കിൽ പോലും കൊളസ്ട്രോൾ ഇല്ലാതെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് നടക്കത്തില്ല. കൊളസ്ട്രോൾ വേണം നമ്മുടെ ബോഡിയിലുള്ള പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും. അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നതും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കൊളസ്ട്രോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലിപ്പിഡ് കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ ഒരു 1000-ൽ പരം ലിപ്പിഡ്സ് ഉണ്ട്, ഐ മീൻ ഫാറ്റ് മോളിക്യൂൾസ് ഉണ്ട്. പക്ഷെ പ്രധാനമായും പറയുന്നത് കൊളസ്ട്രോള്, അല്ലെ ട്രൈഗ്ലിസറൈഡ്സ്, ഫോസ്ഫോലിപ്പിഡ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും പറയാറുള്ളത്. അപ്പൊ അതിലൊന്നാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ കൊളസ്ട്രോള് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പുറത്തുനിന്ന്. നമ്മൾ അതിനെപ്പറ്റി കുറച്ചുകൂടി വിശദമായിട്ട് സംസാരിക്കാം. അപ്പൊ ആ കൊളസ്ട്രോളും വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അതും ഈ ലിപ്പിഡിന്റെ അകത്ത് പെടുന്നതാണ്. അപ്പൊ ഇതെല്ലാമാണ് പ്രധാനമായ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഈ ലിപ്പിഡ്സിൽ 2 തരം ഫാറ്റി ആസിഡ്സ് ആണുള്ളത്, എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇപ്പൊ ഈ നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും അത്. അതേസമയം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നമുക്ക് ഡയറ്റിൽ കൂടി കിട്ടണം. അപ്പൊ അതിനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഫുഡ് മാത്രമാണ്. അപ്പം പലതരം ഫുഡിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓയിൽ ഒരു വലിയൊരു സോഴ്സ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിന്റെ. അതുപോലെ തന്നെ ഒരു എക്സലന്റ് ഫ്യൂവൽ ആണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ 1 ഗ്രാം എടുത്താൽ നമുക്ക് 4 കിലോ കാലറിയാണ് കിട്ടുന്നത്. അതേസമയം ഫാറ്റ് 1 ഗ്രാം എന്ന് പറയുന്നത് 9 കിലോ കാലറിയാണ്. അപ്പം വളരെ കുറഞ്ഞ എമൗണ്ടിൽ കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആശ്രയിക്കുന്നത് ഫാറ്റിനെയാണ്. അപ്പം പ്രത്യേകിച്ചും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ മാൽനറിഷ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ്, ഈ UN വഴിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഡെവലപ്ഡ് കൺട്രീസ് വഴിയൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ഫുഡിൽ 80% വരെ ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. കാരണം പെട്ടെന്നുള്ള ഒരു വളർച്ചയ്ക്കും പിന്നെ അതുപോലെ തന്നെ ഇതില് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഒത്തിരി ഉണ്ട്. A, D, E, K അങ്ങനെയുള്ള പല വൈറ്റമിൻസിനും അതിന്റെ മീഡിയം എന്ന് പറയുന്നത് ഫാറ്റ് ആണ്. അത് ഫാറ്റിൽ മാത്രമേ അത് സോലുബിൾ ആകത്തുള്ളൂ. ഇപ്പം ഈവൻ നമ്മൾ അത് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുത്താൽ പോലും നമുക്കത് ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊരു ഫാറ്റ് മീഡിയം വേണം. അപ്പൊ അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻസ് ഈ ഫാറ്റിനുണ്ട് നമ്മുടെ ബോഡി ഫങ്ഷൻസിൽ. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ ഇത് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ടേസ്റ്റ് ആണേലും കളർ ആണേലും ടെക്സ്ചർ ആണേലും എല്ലാം അത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി. ഇതാണ് ഒരു മെയിൻ ഫങ്ഷൻസ് ഓഫ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ശരിക്കും എന്താണ് ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഇറ്റ് മീൻസ്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സാധനം എന്താണ്? പിന്നെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള പോലെ ഫാറ്റ് ഓർ ഓയിൽ ആണോ, ഫാറ്റ് ആൻഡ് ഓയിൽ ആണോ, എന്താണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്? ഇപ്പൊ ഫാറ്റ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ്, ഓയിൽ എണ്ണ. അപ്പം കൊഴുപ്പ് എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിരിക്കും. റൂം ടെമ്പറേച്ചറിൽ സോളിഡ് ആയിട്ടുള്ളതെല്ലാം ഫാറ്റ് ആണ്. റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആയിട്ടുള്ളതെല്ലാം ഓയിലുമാണ്. ഇപ്പൊ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് നോട്ട് ആംബിയന്റ് ടെമ്പറേച്ചർ. റൂം ടെമ്പറേച്ചർ ഈസ് 20 to 25 ഡിഗ്രി സെൽഷ്യസ്. അതാണ് റൂം ടെമ്പറേച്ചർ. അത് EU റെഗുലേഷൻ, പല റെഗുലേഷൻസ് അനുസരിച്ച് EU റെഗുലേഷൻ അല്ലെങ്കിൽ എല്ലാ ഫുഡ് റെഗുലേഷൻസിന്റെ എല്ലാം വന്നിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചർ പറയുമ്പോൾ 20 to 25
പ്രിസൈസ്ലി പറയുവാണെങ്കിൽ 22 to 24 ആണ് നമ്മൾ റൂം ടെമ്പറേച്ചർ പറയുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ്. വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണ എന്ന് പറയുമെങ്കിലും അത് എപ്പോഴും ഒരു ഫാറ്റിന്റെ കാറ്റഗറിയിലാണ് പെടുന്നത്. കാരണം ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് 24 to 25 ആണ് വെളിച്ചെണ്ണയുടെ. അപ്പം അത് റൂം ടെമ്പറേച്ചറിൽ നമുക്കറിയാം, നമ്മുടെ AC കണ്ടീഷനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഹാർഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ ഒരു 22, 23, 24 ഡിഗ്രിയിലൊക്കെ വന്നിട്ട് അത് ഹാർഡാണ്. അപ്പൊ അത് ഒരു സോളിഡ് സ്റ്റേറ്റിലായ കാരണം അത് ഫാറ്റിന്റെ കാറ്റഗറിയിലാണ് വരിക. അതേസമയം ഓയിൽ എന്ന് പറയുമ്പോൾ സാധാരണ ലിക്വിഡ് ഓയിൽസ്, സൺഫ്ലവർ ഓയിൽ, കോൺ ഓയിൽ, കനോള, ഇതെല്ലാം വന്നിട്ട് ഓയിലിന്റെ കാറ്റഗറിയിലും. പിന്നെ ഇതിന്റെ ഒരു കോമ്പോസിഷൻ, ബേസിക് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഇത് തന്നെയാണ് അതിന്റെ ബേസിക് കോമ്പോസിഷൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ ആ ഒരു സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് കണ്ടാൽ നോക്കിയാൽ അറിയാം, അതില് ഓക്സിജനും ഹൈഡ്രജനും കാർബണുമാണ്. ഇതിന്റെ കാർബൺ ആറ്റംസിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ ഫാറ്റി ആസിഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് അതിനനുസരിച്ചാണ് ഇതിന്റെ നീളം വരുന്നത്. ഇതിന്റെ ലെങ്ത് കൂടിയും കുറഞ്ഞു ഇരിക്കും. അത് ഈ കാർബൺ നമ്പേഴ്സ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഏകദേശം 40ൽ കൂടുതൽ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ഡയറ്റിലുണ്ട്. 40ൽ കൂടുതലുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഈ കാർബൺ നമ്പേഴ്സ് അനുസരിച്ചാണ് ഇതിന്റെ ലെങ്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഈ ഒരു 3 ഫാറ്റി ആസിഡ് വന്നിട്ട് ഒരു ഗ്ലിസറോൾ ബാക്ക് ബോണിനോട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ട്രൈഗ്ലിസറൈഡ് ആകുന്നത്. ആ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതാണ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഫാറ്റ്. അപ്പം ആ 3 ഇപ്പം ഫാറ്റി ആസിഡ്സ് ഈ പറഞ്ഞ പോലെ 40ൽ പരം ഫാറ്റി ആസിഡുകളുണ്ട്. പക്ഷെ ഒരു ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് അത് 3 ഫാറ്റി ആസിഡ്സ് വന്നിട്ട് ഒരു ഗ്ലിസറോൾ എസ്റ്ററുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നതാണ് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു പിക്ചർ കണ്ടാൽ അതിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോളും ഇത് രണ്ടും ലിപ്പിഡ് കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ പോലും അതിന്റെ സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊരിക്കലും സെയിം അല്ല. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഫാറ്റി ആസിഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. കൊളസ്ട്രോൾ ഈസ് വെരി ഡിഫറെന്റ് ആക്ച്വലി. പിന്നെ ട്രൈഗ്ലിസറൈഡ് ഇപ്പം നമ്മൾ ഫാറ്റി ആസിഡ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ 40ലധികം ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതിൽ തന്നെ പല പല കാറ്റഗറീസ് ഉണ്ട്. സാച്ചുറേറ്റഡ് ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് പറയുന്നത് പൂരിത കൊഴുപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പം സാച്ചുറേറ്റഡ് അതിൽ തന്നെ അതിനെയും വീണ്ടും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ്, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ഇതൊക്കെ വളരെ അത്രയ്ക്കൊരു കോംപ്ലിക്കേറ്റഡ് കെമിസ്ട്രി ഒന്നുമല്ല. നമ്മൾ അത് പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്തുള്ളത് ആ കാർബൺ നമ്പേഴ്സ് ആണ്. അതായത് കാർബൺ നമ്പേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്ത അത് വെച്ചിട്ടാണ് ഇതിന്റെ ഓരോ ഫാറ്റി ആസിഡ് സ്ട്രക്ചറും വരുന്നത്, എത്ര കാർബൺ നമ്പർ ഉണ്ടെന്നുള്ള ഇതിൽ. അപ്പം 6 കാർബൺ നമ്പറിൽ കുറവാണെങ്കിൽ അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ അതിന്റെ ഓരോ ഫാറ്റി ആസിഡിനും പേരുമുണ്ട്. അസറ്റേറ്റ്, പ്രൊപ്പയോണേറ്റ്, ബ്യൂട്ടറേറ്റ്. അത് ഓരോ ഫാറ്റി ആസിഡും ഓരോ പ്രത്യേകം ഫുഡിലോ ഓയിലിലോ ആയിരിക്കും കാണുന്നത്. എല്ലാത്തിലും ഉണ്ടാവണമെന്നില്ല. അപ്പം ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് മെയിൻ ആയിട്ടും കാണുന്നത് മിൽക്ക് ഫാറ്റില്, അതായത് നമ്മുടെ നെയ്യില്, ബട്ടറില്, ഇതിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാച്ചുറലി നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് നല്ലതാണ്. ഈ പെട്ടെന്ന് മെറ്റബിളൈസ് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും. പിന്നെ ഉള്ളത് മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്. അത് വന്നിട്ട് 6 മുതൽ 12 കാർബൺ നമ്പേഴ്സ് ആണ് അതിൽ വരുന്നത്. അതിൽ പ്രധാനമായിട്ടുള്ളത് കാപ്രിലിക് ആസിഡ്, കാപ്രിക്, ലോറിക്, കാപ്രിയോയിക് ആസിഡ്, ഇവയാണ് പ്രധാനമായിട്ടുള്ളത്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ്. ഇപ്പൊ നമ്മൾ മൊത്തം ഫാറ്റി ആസിഡ് എടുക്കുവാണെങ്കിൽ നമ്മുടെ അതിന്റെ ഒരു ബെനിഫിറ്റ്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ഗ്രൂപ്പാണ് ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഈ 3 പല ഫാറ്റി ആസിഡുകൾ വീണ്ടും ഒരു ഗ്ലിസറോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഒരു എസ്ട്രിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതാണ് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്, MCT എന്ന് പറയും. ഭയങ്കര പോപ്പുലർ ആണത്. ഭയങ്കര ഇൻ ഫാർമസ്യൂട്ടിക്കൽ
ആ ഒരു സൈഡിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. അത് പ്രധാനമായിട്ട് അത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മീഡിയം ചെയിൻ നമ്മുടെ മുലപ്പാലിൽ ഏറ്റവും ഫാറ്റിലുള്ളത്, മുലപ്പാലിൽ ഏകദേശം 4.5% ഫാറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എല്ലാ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡും ഇല്ല, ചില മീഡിയം ചെയിൻ ഫാറ്റ്, പ്രത്യേകിച്ചും ക്യാപ്രിക്, ക്യാപ്രിയോണിക് ആസിഡ്, ഇവയൊക്കെ നമ്മുടെ സാധാരണ മറ്റുള്ള ഫാറ്റ് ഡൈജഷൻ നടക്കുന്ന പോലെ അല്ല ഇതിന്റെ ഡൈജഷൻ നടക്കുന്നത്. ഇത് നമ്മൾ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ലിവർ ഇതിനെ പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുക. അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ പറയും 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പശുവിൻ പാല് കൊടുക്കരുതെന്ന്. കാരണം പശുവിൻ പാലിന്റെ അകത്ത് ഈ എല്ലാത്തരം ഫാറ്റി ആസിഡ്സും ഉണ്ട്. അപ്പം അവരുടെ കുഞ്ഞു കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇൻഫൻസിന്, ന്യൂ ബോൺ ബേബീസിനൊക്കെ അവർക്ക് ആ എൻസൈംസ്, ഡൈജസ്റ്റീവ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ലാത്ത സ്ഥിതിയിലേക്ക് ഈ പശുവും പാല് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് ഡൈജഷൻ ശരിക്കും നടക്കത്തില്ല. അപ്പൊ അവർക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്. അതേസമയം മുലപ്പാല് അതിൻ്റെ അകത്തുള്ളത് ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, അത് നോർമൽ ഡൈജഷൻ പ്രോസസ്സിലേക്കല്ല അത് പോവുക. അത് നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ലിവർ അതിനെ അബ്സോർബ് ചെയ്ത് എനർജി റിലീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, ട്രൈഗ്ലിസറൈഡ്സ്, നോട്ട് ഫാറ്റി ആസിഡ്സ്, എല്ലാ ഫാറ്റി ആസിഡും അല്ല, ചില ഫാറ്റി ആസിഡ്സിന്റെ കാലറിക് വാല്യൂ എടുക്കുകയാണെങ്കിൽ എല്ലാ അതർ ട്രൈഗ്ലിസറൈഡ്സും 1 ഗ്രാം ഫാറ്റിന് 9 കിലോ കാലറി ഉണ്ടെങ്കിൽ, എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ, MCT കൊടുക്കുന്നത് 6.8 മാത്രം. അതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന അതിന്റെ ഈ സപ്ലിമെന്റിലൊക്കെ ഈ MCT ധാരാളമായിട്ടുണ്ട്. അത് ഇപ്പൊ ഈ പറയുന്നതിൽ ഈ ലോറിക് ആസിഡ് ഒഴിച്ച് ബാക്കിയുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ് ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ലോറിക് ആസിഡ് സാധാരണ ഡൈജഷൻ ലോങ് പ്രോസസ്സിൽ കൂടെയാണ് തന്നെ പോകുന്നത്. പിന്നെ വന്നിട്ട് ഉള്ളത് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ്. ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണെങ്കിൽ എബവ് 12 കാർബൺ ഉള്ളതെല്ലാം ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. അത് സാച്ചുറേറ്റഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡും ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് പ്രധാനമായിട്ടും പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, അതുപോലെ തന്നെ മോണോ അൺസാച്ചുറേറ്റഡ് ആൻഡ് പോളി അൺസാച്ചുറേറ്റഡ്, അങ്ങനെ 4 തരം. സാച്ചുറേറ്റഡ് വേറെയും ഉണ്ട്, പക്ഷേ പ്രധാനമായിട്ടുള്ളത് ഈ 2 സാച്ചുറേറ്റഡും ഒലീക് ആസിഡ്, ലിനോലിക് ആസിഡ്, അങ്ങനെയുള്ള 2 അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സുമാണ്. ഓക്കെ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, ഇപ്പൊ നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ് കണ്ടു, ഇത് വരുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് വീണ്ടും 2 ഡിവിഷൻ ഉണ്ട്. അതിൽ വന്നിട്ട് മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റും, അത് ഒലീക് ആസിഡ് എന്ന് പറയും, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റും, ലിനോലിക് ആസിഡ്. സോ ഇതാണ്. പിന്നുള്ളത് ലിനോലെനിക് ആസിഡ്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ തന്നെ. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് omega-9. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൽ omega-6 ആൻഡ് omega-3. ഇത് ഈ വാക്കുകൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. omega-6, omega-9, omega-3. omega-3 is very very good for health. അങ്ങനെയൊക്കെ നമുക്ക് സപ്ലിമെന്റ് മേടിക്കാൻ കിട്ടും അതിന്റെ. അപ്പൊ അതിന്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ. അപ്പം ഈ സാച്ചുറേറ്റഡ് ഫാറ്റും അൺസാച്ചുറേറ്റഡ് ഫാറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, സാച്ചുറേറ്റഡ് ഫാറ്റിൽ കാർബൺ ആറ്റംസിൽ, എല്ലാ കാർബൺ ആറ്റംസിലും ഓരോ ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പം ദർ ഇസ് നോ ഡബിൾ ബോണ്ട്, എല്ലാം സിംഗിൾ ബോണ്ട് ആയിരിക്കും. അപ്പൊ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ലൈൻ ആണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ട് വരിക. അതിന്റെ 3 ഫാറ്റി ആസിഡ്സ് ഗ്ലിസറോളിൽ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആവുക. അതേസമയം അൺസാച്ചുറേറ്റഡ് ആണെങ്കിൽ ഡബിൾ ബോണ്ട് ഉണ്ടാവും. ഒന്നോ അതിൽ കൂടുതലോ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ അത് മോണോ അൺസാച്ചുറേറ്റഡ്, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് പോളി അൺസാച്ചുറേറ്റഡ്. അതാണ് ഈ മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡും സാച്ചുറേറ്റഡും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത്.
നമുക്ക് ഈ omega-6, omega-3 ഇതിനെ പറ്റിയൊക്കെ നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നോക്കാം. കാരണം അത് നമുക്കൊരു പ്രയോജനമുള്ള ഒരു വിഷയമാണത്. പിന്നെ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ താഴെ തന്നെയാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്സും വരുന്നത്. അപ്പം ഈ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് തന്നെ, അതായത് മിനിമം ഒരു ഡബിൾ ബോണ്ട് വന്നിട്ട്, പക്ഷെ അതിന് ട്രാൻസ് കോൺഫിഗറേഷനിലായിരിക്കും, അതിന്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനിലായിരിക്കും ഇത് വരിക, ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്യുക. അപ്പൊ അത് രണ്ട് തരമുണ്ട് സാധാരണ. നാച്ചുറൽ ട്രാൻസ് ഫാറ്റ്സും ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്, മാൻമെയ്ഡും ഉണ്ട്. അപ്പൊ നമ്മള് ഒത്തിരി, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണിത്. ട്രാൻസ് ഫാറ്റ് ഇല്ലാത്ത ഫുഡ് കഴിക്കണം, അല്ലെ ട്രാൻസ് ഫാറ്റ് ലേബലില്, ന്യൂട്രീഷൻ ലേബലിൽ ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോൾ ന്യൂട്രീഷൻ ലേബൽ നോക്കിയിട്ട് അതിൽ ട്രാൻസ് ഫാറ്റ് ഇല്ലാത്ത പ്രോഡക്ട്സ് നോക്കി വാങ്ങിക്കണം എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ട്രാൻസ് ഫാറ്റിന് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട് നമ്മുടെ ഹാർട്ട് ഡിസീസസുമായിട്ട്. അത് ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ഒത്തിരി പബ്ലിഷ്ഡ് സ്റ്റഡീസ് ഉള്ളതാണ് അതിനെപ്പറ്റി. അപ്പം ഈ ട്രാൻസ് ഫാറ്റ് നാച്ചുറലി ഉള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ മീറ്റ് ഫാറ്റ് വഴി, അല്ലെങ്കിൽ ബട്ടർ, മിൽക്ക് ഫാറ്റ്, ഇതിലൊക്കെ നാച്ചുറലി പ്രസന്റ് ഉണ്ട്. ഒരു 3 to 6% ട്രാൻസ് ഫാറ്റ് അതിലുണ്ട് എല്ലാത്തിലും തന്നെ. പക്ഷെ അത് ഹെൽത്തിന് അത്ര പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല എന്നാണ് റീസെന്റ് സ്റ്റഡീസ് കാണിക്കുന്നത്. പണ്ട് പറഞ്ഞിരുന്നത് ഇതെല്ലാം പ്രശ്നക്കാരാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു റീസെന്റ് സ്റ്റഡീസ് അനുസരിച്ച് ഇവയൊക്കെ ഒരു നാച്ചുറലി ഫോം ചെയ്യുന്ന ട്രാൻസ് ഫാറ്റി ആസിഡ് ആണെങ്കിൽ ഹെൽത്തിന് അത്ര പ്രശ്നം വരുന്നില്ല എന്നാണ്. പക്ഷെ നമ്മൾ അല്ലാതെ സിന്തറ്റിക് ഫോർമേഷൻ ഉണ്ട്. അത് വന്നിട്ട് പാർഷ്യൽ ഹൈഡ്രോജനേഷൻ. നമ്മൾ ഒരു ഓയിലിനെ ഒരു പ്രത്യേകതരം പ്രോസസ്സിൽ കൂടി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിനെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആക്കുമ്പോഴത്തേക്കും അതിലുണ്ടാകാം ഇത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാം. അപ്പം അത് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഗ്യാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ നിക്കൽ കാറ്റലിസ്റ്റ്. അപ്പം അത് ഒരു കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പ്, നിക്കലാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. നിക്കൽ കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ഹൈ ഹീറ്റിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്കും ഹൈഡ്രജൻ വന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫ്ലിപ്പ് ചെയ്യും. അത് ചെയ്യുന്ന സിസ് ഐസോമെറിസം ആണ് അതവിടെ നടക്കുന്നത്. സിസ് ഫാറ്റി ആസിഡ് ട്രാൻസ് ഫാറ്റി ആസിഡായി മാറും. അത് കൂടുതൽ ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഈ ഡബിൾ ബോണ്ടിലെല്ലാം പോയി ഈ ഹൈഡ്രജൻ ആറ്റം അറ്റാച്ച് ചെയ്ത് എല്ലാവരും സിംഗിൾ ബോണ്ടായി അത് സാച്ചുറേറ്റഡ് ആവും. അങ്ങനെയാണ് നമുക്കൊരു ലിക്വിഡ് ഓയിലിനെ അത് വളരെ ഹാർഡായിട്ടുള്ള ഒരു ഹാർഡ് ഫാറ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത്. ഇത് നാച്ചുറൽ ആയിട്ടുള്ളത് സാധാരണ ഞാൻ പറഞ്ഞ പോലെ ബട്ടറിലും ഒക്കെയാണ് ഇത് സാധാരണ കണ്ടുവരുന്നത്. പിന്നെ വന്നിട്ട് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് omega-3ഉം omega-6ഉം. omega-9 എസെൻഷ്യൽ ഫാറ്റി ആസിഡ് അല്ല, അത് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ omega-3ഉം omega-6ഉം നമുക്ക് പുറത്ത് ഡയറ്റിൽ നിന്ന് കിട്ടിയേ പറ്റത്തുള്ളൂ. അതില്ലാതെ നമുക്ക് ബോഡിയിൽ സിന്തസൈസ് ചെയ്യാനായിട്ട് അത് ബുദ്ധിമുട്ടാണ്. അത് വളരെ വളരെ കുറച്ചേ ഉള്ളൂ. അതുള്ളത് തന്നെ അത്ര എഫിഷ്യന്റുമല്ല അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ, ഹ്യൂമൻസിൽ എസ്പെഷ്യലി. ഇത് ആദ്യം 1921 കണ്ടുപിടിച്ചപ്പോൾ ഇതിനെ വൈറ്റമിൻ എഫ് എന്നാണ് ഇത് പറഞ്ഞിരുന്നത്. കുറെ വർഷങ്ങള് ഇതൊരു വൈറ്റമിന്റെ കാറ്റഗറിയിൽ പെടുത്തി വൈറ്റമിൻ എഫ് എന്നാണ് ഇത് വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീണ്ടും നടന്ന ഫെർദർ റിസർച്ചുകളിലും സ്റ്റഡീസിലും അവര് കണ്ടെത്തിയത് ഇത് വൈറ്റമിൻ കാറ്റഗറിയിലല്ല, ഇത് ലിപ്പിഡിന്റെ കാറ്റഗറിയിൽ തന്നെയാണ് പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ആ ഒരു ലിപ്പിഡ് കാറ്റഗറിയിൽ, അതുകൊണ്ടാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നുള്ള തന്നെ പേര് കൊടുത്ത് അതിനെ വെച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിളിക്കുന്നത് ലിനോലിക് ആസിഡ് ആൻഡ് ആൽഫ ലിനോലെനിക് ആസിഡ്. ഈ ആൽഫ ലിനോലെനിക് ആസിഡ് ആണ് omega-3. അപ്പൊ നമ്മളൊരു കാർബൺ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതില് ഈ ഫാറ്റി ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഒരു കാർബൺ ചെയിൻ ആണ്. ഇതിന്റെ ഒരറ്റത്ത് കാർബോക്സിൽ ഗ്രൂപ്പും മറ്റേ അറ്റത്ത് മീഥൈൽ ഗ്രൂപ്പുമാണ് ഉള്ളത്.
അപ്പൊ ഈ മീഥൈൽ ഗ്രൂപ്പിന്റെ അവിടുന്ന് കാർബണിനെ എണ്ണിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാർബണിനെ ആൽഫ എന്നും, രണ്ടാമത്തേനെ ബീറ്റ എന്നും, പിന്നെ ഏറ്റവും അവസാനത്തേനെ ഒമേഗ എന്നും, അതായത് ആ ഗ്രീക്ക് ആൽഫബറ്റ്സിന്റെ ഇതനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുക, ഐ മീൻ ഓരോ നമ്പേഴ്സ് വിളിക്കുന്നത്. അപ്പം മീഥൈൽ ഗ്രൂപ്പിന്റെ അവിടുന്ന് കൗണ്ട് ചെയ്താൽ ആദ്യം വരുന്ന ഡബിൾ ബോണ്ട് അതാണ്, അതായത് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ 1, 2, 3 കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷനിൽ ഉള്ള ഡബിൾ ബോണ്ട് അതാണ് ഒമേഗ 3 വരുന്നത്. അതേസമയം ഒമേഗ 6 ആണെങ്കിൽ മീഥൈൽ ഗ്രൂപ്പിന്റെ അവിടുന്ന് തേർഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരുന്നു, അതാണ് ഒമേഗ 6. ഇത് രണ്ടും എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണെങ്കിലും ഇത് സ്റ്റഡീസ് അനുസരിച്ച് ഒമേഗ 3 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്താ പറയുക, നമ്മുടെ ബോഡിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും. ഒമേഗ 6 എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണെങ്കിൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മളത് യൂസ് ചെയ്യുന്നത് പല പ്രശ്നങ്ങൾക്കും ഇടയാക്കും. അപ്പം ഇത് സ്റ്റഡീസ് അനുസരിച്ച് ഈ പല പല ഇൻഫ്ലമേറ്ററി ഡിസീസസിനും ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിഡ്നി ഹാർട്ട് സ്റ്റഡി, അതായത് 2013 പബ്ലിഷ് ചെയ്ത ഒരു ലോങ് സ്റ്റഡിയാണത്. ആ സ്റ്റഡി അനുസരിച്ച് സാച്ചുറേറ്റഡ് ഫാറ്റിനെ ഈ ഒമേഗ 6 ഫാറ്റി ആസിഡ് വെച്ച് റീപ്ലേസ് ചെയ്തപ്പോൾ അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഹെൽത്തിന് ഭയങ്കര മോശം എന്നൊരു കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പല സ്റ്റഡീസും ഉണ്ട് താനും. അപ്പം അതേസമയം അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഹെൽത്തിന് നല്ലതാണെന്നും. അപ്പം ഈ ഒമേഗ 6 എസെൻഷ്യൽ ഫാറ്റി ആസിഡിനെ സാച്ചുറേറ്റഡ് ഫാറ്റുമായിട്ട് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡീസ് നടത്തി. അത് ഹാർട്ട് ഡിസീസ് ഉള്ള കുറേ പേഷ്യന്റിലാണ് നടത്തിയത്, കുറേ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡീസ്. അതിന്റെ ഒരു കൺക്ലൂഷൻ എന്താന്ന് വെച്ച് വന്നപ്പോൾ ഒരു ഷോക്കിംഗ് കൺക്ലൂഷൻ ആണ് വന്നത് ശരിക്കും പറഞ്ഞാൽ. അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ് ഡയറ്റിൽ കഴിക്കുന്നതിനെക്കാട്ടിലും ഡെത്ത് റിസ്ക് ഈ ഹാർട്ട് പേഷ്യൻസിന് ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, അതും എസെൻഷ്യൽ ഫാറ്റി ആസിഡായ ഒമേഗ 6 കൊടുത്തപ്പോൾ കൂടി എന്നുള്ളതാണ്. അപ്പം അതൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റഡി തന്നെയായിരുന്നു അത്. കാരണം അത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് വളരെ നല്ലതാണ്, നിങ്ങൾ കഴിക്കണം, കൂടുതൽ കഴിക്കും തോറും കൂടുതൽ നല്ലതെന്നാണ്. പക്ഷെ ഈ ഒമേഗ 6ന്റെ ഒരു സ്റ്റഡി നടന്നതിൽ ഇപ്പം വന്നിരിക്കുന്നത് ഒമേഗ 6 ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ ഡയറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് പല ഇൻഫ്ലമേറ്ററി ഡിസീസസും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹാർട്ടിനും പലതരം ക്യാൻസറിനും കാരണമായേക്കാം. അങ്ങനെ ഒരു സ്റ്റഡിയും കൂടി ഉണ്ട്. പിന്നെ ഇത് കൂടുതലായിട്ടും ഉള്ളത് കോൺ ഓയില്, സൺഫ്ലവർ ഓയില്, ഇതിലൊക്കെയാണ് ഈ ഒമേഗ 6 ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്. ഒമേഗ 3 ഫാറ്റി ആസിഡിന്റെ അകത്ത് എഗെയിൻ 2 തരം ഫാറ്റി ആസിഡും കൂടി വേറെയുണ്ട്. ഇതില് പ്രധാനമായിട്ട് ഒമേഗ 3 പറയുമ്പോൾ 3 എണ്ണമായിട്ട് പറയുന്നത് ആൽഫ ലിനോലിക് ആസിഡ്, അതാണ് അതിന്റെ പേരന്റ് ഗ്രൂപ്പ്. അതാണ് പ്രധാനമായിട്ടും മോസ്റ്റ് കോമൺ. എല്ലാം നമുക്ക് കഴിക്കുന്ന ഒത്തിരി ഡയറ്റുകളിൽ അല്ലെങ്കിൽ ഒത്തിരി ഭക്ഷണ പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ള ഇത് ഈ പേരന്റ് ഗ്രൂപ്പ് തന്നെയാണ്. ALA എന്ന് പറയുന്ന ആൽഫ ലിനോലെനിക് ആസിഡ്. അപ്പൊ അത് ഇപ്പം പ്ലാന്റ് ഫുഡിലാണെങ്കിലും, അതായത് വെജിറ്റേറിയൻ സൈഡ് ആണെങ്കിലും നോൺ വെജിറ്റേറിയൻ സൈഡ് നോക്കുവാണെങ്കിലും ഒത്തിരി ഫുഡിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫാറ്റി ഫിഷ്, അവോക്കാഡോസ്, സ്പിനാച്ച്, ബ്രൊക്കോളി, ഇങ്ങനെയുള്ള പിന്നെ ചില നട്ട്സുകൾ, ഹേസിൽ നട്ട്, വാൾനട്ട്സ്, ആൽമണ്ട്സ്, ഇതിലൊക്കെ ഇത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫാറ്റി ആസിഡ് ആണിത്, ഈ ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണ്. പക്ഷെ അതിൽ തന്നെ വേറെ 2 തരം ഫാറ്റി ആസിഡ്, അത് പറയുന്നത് EPA, എയ്ക്കോസോപെന്റനോയിക് ആസിഡും ഡൊക്കോസ ഹെക്സോനോയിക് ആസിഡും, അതായത് EPA ആൻഡ് DHA. നിങ്ങൾ പലരും ഇത് ഈ പേര് കേട്ടിട്ടുണ്ടാവണം. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഈ ഇൻഫന്റ് ഫോർമുല ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും അതിൽ വളരെ മാർക്കറ്റിംഗ് ഒരു ഇതായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഫോർട്ടിഫൈഡ് വിത്ത് EPA ആൻഡ് DHA എന്നൊക്കെ. അപ്പം ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണത്തിലൊക്കെ ഇത് കുറേശ്ശെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും
നമ്മുടെ ബോഡി അഗെയിൻ ഐ മീൻ ഈ ആൽഫ ലിനോലെനിക് ആസിഡ് ഈ ഭക്ഷണത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷന് വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ EPA ആയിട്ടോ DHA ആയിട്ടോ ഇത് കൺവേർട്ട് ചെയ്യണം. അത് നമ്മുടെ ബോഡി വളരെ ഇൻഎഫിഷ്യന്റ് ആണ് ആ കാര്യത്തിൽ. അത് മിക്കവാറും തന്നെ ഈ ALA ആയിട്ട് തന്നെ സാധാരണ എനർജി കൺസംഷന് അത് ബേൺ ചെയ്ത് കാലറി ആയിട്ട് എനർജി കൺസംഷനായിട്ട് പോവുകയാണ്. പക്ഷെ ഈ EPAയ്ക്കും DHAയ്ക്കും ചില പ്രത്യേകം ഫങ്ഷൻസ് ഉണ്ട്. അതായത് EPA നോക്കുകയാണെങ്കിൽ ഇത് ഡിപ്രഷൻ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഇഷ്യൂസ് ഡിസീസസ് ഒക്കെ അതിനെയൊക്കെ കുറയ്ക്കാനായിട്ട്, ഹാർട്ടിനെ കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അങ്ങനെ കുറെ ഫങ്ഷൻസ് ഈ EPAയ്ക്കുണ്ട്. അതുപോലെ ഈ ഹോട്ട് ഫ്ലാഷസ്, പ്രത്യേകിച്ചും മെനോപോസ്റ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോട്ട് ഫ്ലാഷസിനെ കുറയ്ക്കാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഉള്ള സ്റ്റഡീസ് ഉണ്ട്. പക്ഷെ അഗെയിൻ EPAയും ഈ ഫർദർ സ്റ്റഡീസ് ഈ അടുത്ത കാലത്തായിട്ട് നടക്കുന്നതിൽ അവര് പറയുന്നത് EPA വെച്ചുള്ള ഒരു സ്റ്റഡീസിൽ ഹാർട്ട് ഡിസീസസ് കുറയുന്നുണ്ട്, പക്ഷെ അതൊപ്പം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ചാൻസ് കൂടുന്നുണ്ട്. പക്ഷെ ഐ മീൻ നോട്ട് EPA, ദാറ്റ് ഈസ് ALA കൂടുതൽ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ തന്നെ ചില കേസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള ചാൻസസ് കൂടുന്നുമുണ്ട്. പക്ഷെ EPAയും DHAയും ഇതിലൊന്നും പെടുന്നില്ല. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ ALA EPA ആയിട്ടോ DHA ആയിട്ടോ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയിൽ കൺവേർട്ട് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഇൻഎഫിഷ്യന്റ് ആണത് നമ്മുടെ ബോഡി കൺവേർഷന്. പക്ഷെ ഇത് അതുള്ള ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക. അപ്പൊ അതാണ് നമുക്ക് കൂടുതലും എന്താ പറയാ, ഈ ഒരു കൺവേർഷനെ ഡിപ്പെൻഡ് ചെയ്യാതെ അല്ലാതെ തന്നെ ഇത് കൂടുതൽ കിട്ടാനായിട്ട് അതാണ് ചെയ്യാൻ പറ്റുക. പിന്നെ ഈ DHA ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ EPAനെക്കാട്ടിലും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാറ്റി ആസിഡ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ, പ്രത്യേകിച്ചും ഇൻഫന്റ് സ്റ്റേജിൽ ഈ DHA ഭയങ്കരമായിട്ട് ഹെൽത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെയിൻ ഡെവലപ്മെന്റ്, ഐസ് ഡെവലപ്മെന്റ്, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇത് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനഫ് ആയിട്ടുള്ള ഒരു DHA ഇത് കിട്ടിയില്ല എങ്കിൽ കുഞ്ഞു കുട്ടികളിൽ പ്രത്യേകിച്ചും അത് വലുതായി കഴിയുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു എന്ന് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ഇഷ്യൂസും ഉണ്ടാവുന്നുണ്ടെന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അൾസൈമേഴ്സ് പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ചില എന്താ പറയാ ബ്രെയിൻ ഡെവലപ്മെന്റില്, ബ്രെയിൻ കുട്ടികളിൽ എന്താ പറയാ അതിന് ലാക്ക് ഓഫ് അറ്റൻഷൻ, അങ്ങനത്തെ ചില ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് ഈ DHA ഡെഫിഷ്യൻസി തീരെ കുഞ്ഞായിരുന്നപ്പോഴത്തേക്കുള്ള കുട്ടികൾക്ക് ഇതൊക്കെ കൂടുതലായിട്ട് വലുതാവുമ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്നിന്, ഐസിന്, ബ്രെയിനിന്, ഇതിനാണ് ഈ DHA ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ബേബി ഫോർമുലാസ് എടുക്കുമ്പോൾ ഇതെല്ലാം കൂടുതലും ഫോർട്ടിഫൈഡ് ആണ്. ഈ DHA അല്ലെങ്കിൽ EPA ഫോർട്ടിഫൈഡ് ആണ്. പിന്നെ ഇത് ലേണിംഗ് ഡിസബിലിറ്റീസിന് വലിയൊരു റീസൺ ആണ് ഈ DHA ഡെഫിഷ്യൻസി. അതുപോലെ തന്നെ ഈ ചില കുട്ടികൾ ADHD ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഭയങ്കര അഗ്രസീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് സൈക്കിക് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ, ഇതൊക്കെ ഈ DHAയുമായിട്ട് അസോസിയേറ്റഡ് ആണ് ഒത്തിരി ഇതിൽ, DHA ഡെഫിഷ്യൻസിയുമായിട്ട്. പിന്നെ ഉള്ളത് വന്നാൽ ഇത് BP അല്ലെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റിക്, ക്യാൻസർ, ഇതിനെയൊക്കെ കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഈ DHA. അതുപോലെ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഈ ഫാറ്റ് ഒക്കെ ട്രൈഗ്ലിസറൈഡ് ആയിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് നമ്മുടെ എനർജിക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി ട്രൈഗ്ലിസറൈഡ് ആയിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുക. അപ്പം ഈ ട്രൈഗ്ലിസറൈഡ് അഗെയിൻ ഇത് നമ്മൾ കൂടുതൽ കഴിക്കും തോറും ഒരു കൊളസ്ട്രോളിനെ ഇൻഡ്യൂസ് ചെയ്യും, കുറച്ചും കൂടി അതിന്റെ ഒരു പ്രൊഡക്ഷനെ. അപ്പം ഈ DHAയും EPAയും ഈ HDL എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ
ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് ഈ DHA ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും HDL ഇൻക്രീസ് ചെയ്യുമ്പോൾ LDL-ഉം ട്രൈഗ്ലിസറൈഡ്സും കുറയും. അപ്പൊ അങ്ങനെ ഒരു ഫംഗ്ഷൻ, ഒരു ഹെൽത്ത് ഫംഗ്ഷൻസും കൂടി ഈ omega-3-ല് ഈ DHA-ക്കുണ്ട് കൂടുതലായിട്ടും. പിന്നെ വന്നിട്ട് നമ്മൾ ഒരു നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കയറുവാണെങ്കിൽ പ്രധാനമായിട്ടുള്ള എഡിബിൾ ഓയിൽസ്, നമ്മൾ യൂസ് ചെയ്യുന്ന എഡിബിൾ ഓയിൽസ് ആക്ച്വലി ഒരു കോമൺ ടേം ആണ് നമ്മൾ പറയുന്നത് വെജിറ്റബിൾ ഓയിൽ എന്നുള്ളത്. അത് പക്ഷെ വളരെ റോങ് ആയിട്ടുള്ള ഒരു ടേം ആണ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത്. വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ബീൻസും ക്യാബേജും ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെയാണ്. പക്ഷെ ഇതിൽ നിന്നൊന്നും ഒരു ഓയിലും എടുക്കുന്നില്ലല്ലോ. അപ്പം ഈ വെജിറ്റബിൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ലോബിയിങ്ങിന്റെ ഒക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണിത്. അപ്പൊ ഈ വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഇതാണ്, വെജിറ്റബിൾ ഓയിൽ, ഇറ്റ്സ് കമ്മിങ് ഫ്രം സംതിങ് വെരി ഗുഡ്, അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് സീഡ് ഓയിലുകളാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത് മുഴുവൻ, കൂടുതലും സാധാരണ യൂസ് ചെയ്യുന്നതൊക്കെ. അതായത് സോയാബീൻ, റേപ്പ് സീഡ്, അല്ലെ മസ്റ്റാർഡ്, സൺഫ്ലവർ, കോണ്, ഇതെല്ലാം തന്നെ സീഡ് ഓയിൽസ് ആണ്. പിന്നെ വന്നിട്ട് ഫ്രൂട്ട് ഓയിൽ. ഫ്രൂട്ട്സിൽ നിന്ന് എടുക്കുന്നത് പ്രധാനമായിട്ടും പാമും ഒലീവും. കേർണൽ ഓയിൽസ് ഉണ്ട്, അത് പാം കേർണല്, കോക്കനട്ട് ഓയില്, കൊക്കോ ബട്ടർ. ഇത്രയുമാണ് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഓയിലുകൾ. ഇതിൽ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു ഓയിൽ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോയാബീൻ ഓയിൽ 18% ഉള്ളൂ. അതായത് ഒരു കിലോ സോയാബീൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു 180 ഗ്രാം അല്ലെ മാക്സിമം 200 ഗ്രാം ഓഫ് ഓയിലേ കിട്ടത്തുള്ളൂ. അപ്പം അതിൽ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷെ അതിന്റെ ആ ഒരു വേൾഡ് പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 48 മില്യൺ ടൺ ആണ് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് 2019 കണക്കനുസരിച്ചിട്ട്. പിന്നെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ വേൾഡ് പ്രൊഡക്ഷൻ ലിപ്പിഡ് ഓയിലിന്, എഡിബിൾ ഓയിൽസിന്റെ വേൾഡ് പ്രൊഡക്ഷൻ നോക്കുവാണെങ്കിൽ പാം ഓയിലാണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാം ഓയിലിന്റെ 45%, ഒരു പാം ഫ്രൂട്ട് എടുത്താൽ അതിന്റെ 45%ഉം ഓയിലാണ്. 61 മില്യൺ മെട്രിക് ടൺ ആണ് ഒരു വർഷം ലോകം മൊത്തത്തില് ഈ പാം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നമ്മൾ ആ സീഡ് ഓയിലും കേർണൽ ഓയിലും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ ഗ്രൗണ്ട് നട്ട് ഓയിൽസ് ഉണ്ട്. ഗ്രൗണ്ട് നട്ട് ഓയില്, വാൾനട്ട് ഓയില്, ആൽമണ്ട് ഓയിൽ, അങ്ങനെ കുറെ നട്ട് ഓയിലുണ്ട്. പിന്നെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ചില പ്രോഡക്റ്റുകൾ, മെയ്സിന്റെ അകത്തുനിന്ന്, കോട്ടൺ സീഡിൽ നിന്ന്, ഇതെന്നൊക്കെ എടുക്കുന്ന ഓയിലുകള്. പിന്നെ ആനിമൽ ഫാറ്റ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നെയ്യുണ്ട്, ബട്ടർ ഫാറ്റ് തന്നെയാണ് ഈ നെയ്യ്, അത് ക്ലാരിഫൈഡ് ബട്ടർ ആണ് നെയ്യ് വരുന്നത്. പിന്നെ ഫിഷ് ഓയിൽ, ലാഡ്, ടാലോ, ഇതൊക്കെ ആനിമൽ ഫാറ്റ് ആണ് എടുക്കുന്നത്. അപ്പം ഓരോന്നായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി പോവുകയാണെങ്കിൽ എഡിബിൾ ഓയിൽസ്, അതായത് ഇത് വലിയൊരു പൊളിറ്റിക്സും കൂടി ഉള്ള ഒരു ഏരിയ ആണിത്. നമ്മൾ ഓരോ ഓയിലും നോക്കുവാണെങ്കിൽ, കാരണം അത് ഓരോ രാജ്യത്തിന്റെയും കൺട്രോളിലുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്, ഇതില്ലാത്ത വലിയൊരു ലോബിയിങ് ഉണ്ട്. നമ്മളെല്ലാം തന്നെ ഇതില് പെട്ടുപോകുന്നവരാണ്, ഈ സാധാരണ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റിങ്ങിന്റെ വലിയൊരു സാധ്യതയുള്ള ഒരു ഏരിയയാണിത്. അപ്പൊ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുമ്പോഴത്തേക്കും ആൾക്കാരെ വീഴിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പം നമ്മളിപ്പോ ഓരോന്നായിട്ട് നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പാം ഓയിൽ ആൻഡ് പാം കണൽ, ഇപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് പാം ഓയിലാണ്. അപ്പൊ പാം ഓയിലിന്റെ ആ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ, പാം ഫ്രൂട്ടിന്റെ ക്രോസ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇത് ഈ പുറത്ത് കാണുന്ന ആ ഒരു ഫ്ലഷി ഏരിയയ്ക്ക് പറയുന്നതാണ് മീസോകാർപ്പ്. ആ മീസോകാർപ്പിൽ നിന്നാണ് പാം ഓയിൽ എടുക്കുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 40 to 45% ചില ബ്രീഡ് അനുസരിച്ച്, ഇപ്പം ഭയങ്കര ഒത്തിരി നല്ല ബ്രീഡുകൾ പുതിയ വരുന്നുണ്ട്. അതനുസരിച്ച് 50%, 55% വരെ ഓയിൽ റിക്കവറി ഉള്ള പാം ഫ്രൂട്ടുകളുണ്ട്. അതിൻ്റെ അകത്തൊരു ചെറിയ സാധനമുണ്ട്, ഒരു കേർണൽ, ഒരു ചെറിയ കുരു പോലെ ഒരെണ്ണം. അത് ശരിക്കും ആ ഒരു പാം ഫ്രൂട്ടിന്റെ ഒരു 10% ഉള്ളത്. ആ 10%ന്റെ 50% എന്ന് പറയുന്നത് അതിന്റെ ഓയിലാണ്. അത് കോക്കനട്ട് ഓയിലുമായിട്ട് വളരെ സിമിലർ ആണത്.
അത് കണ്ടാലും അതെ, ഈ മണം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണയുടെ ആ ഒരു മണം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കണ്ടാലും അതിന്റെ ആ ഒരു അതിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ഒരു കെമിസ്ട്രിയും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ പോലെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ആ ഒരു ട്രീ, പാം ട്രീ വെച്ച് കഴിഞ്ഞാൽ ഒരു 25 വർഷം അതിൻ്റെ അകത്തുനിന്ന് ഫ്രൂട്ട് എടുക്കാൻ പറ്റും. വളരെ ലോങ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇതിന്റെ ഈ പനയ്ക്കുള്ളത്, ഈ പാമിന്റെ. ഇത് പ്രധാനമായിട്ടും മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, പിന്നെ ചില ആഫ്രിക്കൻ കൺട്രീസ്, പിന്നെ ചില സൗത്ത് അമേരിക്കൻ കൺട്രീസ് ഒക്കെ ഉണ്ട് ഈ പാം പ്രൊഡക്ഷൻ. പിന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് സോയാബീൻ ഓയിലാണ്. പക്ഷെ സോയാബീൻ ഓയിൽ ഇപ്പം ഈ പാം ഓയിലുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാം 18% ആണ് ഉള്ളത്. ഇപ്പൊ ഈ പാം ഓയിലിന്റെ റിക്കവറി ചെയ്യുന്നതെന്ന് വെച്ചാൽ പാം ഓയിൽ ഇതിനെ ജസ്റ്റ് പ്രസ്സിങ് വഴിയാണ് അതിന്റെ ഓയിൽ എടുക്കുന്നത്. സോയാബീൻ ഓയിൽ ഇപ്പം ഓയിൽ കണ്ടന്റ് വളരെ കുറവായ കാരണം അതിനെ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ നടത്തിയാൽ മാത്രമേ അതിൻ്റെ അകത്തുനിന്ന് ആവശ്യത്തിനുള്ള ഓയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ആക്ച്വലി ഈ സോയാബീൻ ഓയിൽ എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ്. അതൊരു ബൈ പ്രോഡക്റ്റാ. നമുക്കെല്ലാം അറിയാം സോയ പ്രോട്ടീൻ ആണ് ഏറ്റവും ചീപ്പസ്റ്റും ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രോട്ടീൻ, വെജിറ്റബിൾ പ്രോട്ടീൻ. അപ്പം ആ പ്രോട്ടീൻ ആണ് ഇതിന്റെ മെയിൻ പ്രോഡക്റ്റ്. പ്രധാനമായിട്ടും എന്താ പറയാ, TVP, ടെക്സ്ചേർഡ് വെജിറ്റബിൾ പ്രോട്ടീൻ എന്ന് പറയുന്ന ആ സാധനമാണ് ഇതിന്റെ മെയിൻ പ്രോഡക്റ്റ്. ബാക്കിയുള്ള കാർബോഹൈഡ്രേറ്റ് അല്ലെ ഫൈബേഴ്സ് അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഈ ഓയിലും. അതൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ പണ്ട് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കൾട്ടിവേഷൻ ഏരിയ US-ഉം ആ ഒരു രാജ്യങ്ങളാണ്, ഡെവലപ്ഡ് കൺട്രീസ് ആണ് പ്രധാനമായിട്ടും ഇതിന്റെ കൾട്ടിവേഷൻ നടക്കുന്നത്. USA, ബ്രസീൽ, പിന്നെ ചൈനയിലുണ്ട്. അപ്പം ഇവര് കൂടുതൽ ഈ ആനിമൽ ഫീഡിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്സ്ചേർഡ് പ്രോട്ടീൻ ആയിട്ട് അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ഈ ഓയിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് അതിനുവേണ്ടിയാണ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ ഒരു എന്താ പറയാ കുറെ സ്റ്റഡീസും കുറെ പെയ്ഡ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. പല യൂണിവേഴ്സിറ്റീസും നടത്തിയിട്ട് സോയാബീൻ ഓയിൽ ഭയങ്കര നല്ലതാണ്, ഇതിൻ്റെ അകത്ത് ഒത്തിരി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട്, ഇറ്റ് ഈസ് ഹാവിങ് omega-3, omega-6, അപ്പം ഭയങ്കര ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാസ്തവമുണ്ട്. എങ്കിൽ പോലും ആ സമയത്തൊക്കെയാണ് ഈ വെളിച്ചെണ്ണയെ പറ്റിയും ഭയങ്കരമായ നെഗറ്റീവ് സ്റ്റഡീസ് ഒത്തിരി വന്നിരുന്നു. അപ്പം നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ പോലും ഇത് ഒത്തിരി വളരെയധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ സോയാബീൻ ഓയിൽ എന്ന് പറയുന്നത്. അപ്പം ഈ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് എങ്ങനെയും മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവരുടെ യൂസേജ് കഴിഞ്ഞാലും പിന്നെയും ഇത് ബാക്കിയാണ്. അപ്പൊ അവർക്ക് എങ്ങനെയും ഇതിന്റെ ആ ഒരു എക്സ്പോർട്ടിങ് കൂട്ടുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ആവശ്യമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യേണ്ട ഒരു കാര്യം ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓയിലുകളും മോശം എന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ പൊളിറ്റിക്സ് ഇതിന്റെ പുറകിലുണ്ട് ആക്ച്വലി, സോയാബീൻ, പ്രത്യേകിച്ചും സോയാബീന്റെ. പിന്നെ വന്നിട്ട് കനോളാന് ഇതൊരു റേപ്പ് സീഡ് ഫാമിലിയിൽ പെടുന്നതാണ്. റേപ്പ് സീഡ്, മസ്റ്റാർഡ് ഇതെല്ലാം ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ റേപ്പ് സീഡ് ഓയിലും കനോള ഓയിലും ചില രാജ്യങ്ങളിൽ റേപ്പ് സീഡ് ഓയിൽ എന്ന് പറയും, ചില രാജ്യങ്ങളിൽ കനോള ഓയിൽ എന്ന് പറയും. പക്ഷെ ഇതിന്റെ ആ ഒരു ആദ്യ കാലത്തുള്ള റേപ്പ് സീഡ് ഓയിൽ അല്ല ഈ കനോള ഓയിൽ എന്ന് പറഞ്ഞപ്പോൾ വരുന്നത്. അതില് റേപ്പ് സീഡ് ഓയിലിൽ ശരിക്കും ഇതിലൊരു ഫാറ്റി ആസിഡ്, എറൂസിക് ആസിഡ് വളരെ ഹൈ ആണ്. അത് ഹ്യൂമൻസിന് ടോക്സിക് ആണെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കനോള ഓയിൽ നമുക്ക് കിട്ടുന്നത് ലോ എറൂസിക് ആസിഡ് ആണ്. അതിൽ ടോക്സിസിറ്റി തീരെയില്ല. പിന്നെ അതുപോലെ തന്നെ ഇത് 40% ഓഫ് ഓയിലുണ്ട് ഇതില്. ഇത് ആദ്യമേ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓയിൽ എടുത്തിട്ട് ബാക്കിയുള്ളത് ഹെക്സൈൻ സോൾവെന്റ് എക്സ്ട്രാക്ഷൻ വഴിയിട്ടാണ് കിട്ടുന്നത്. പിന്നെ അതിന്റെ ബാക്കിയുള്ള മീൽ ആനിമൽ ഫീഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ, ഹൈയോലിക് സൺഫ്ലവർ. ഈ ഓയിലുകളൊക്കെയാണ് സാധാരണ ആളുകൾ ഇപ്പൊ കുക്കിങ്ങിനാണേലും ഫ്രൈങ്ങിനാണേലും ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ സൺഫ്ലവർ ഓയിലും ഏകദേശം 40%ഓളം ഓയിൽ കണ്ടന്റ് ഉണ്ട്. അത് ആദ്യമേ പ്രസ്സിങ് മിക്കവാറും അത് ഒരു
എന്താ പറയാ ഗ്രൈൻഡ് ചെയ്തിട്ട് അത് പ്രസ് ചെയ്ത് പിന്നെ ബാക്കിയുള്ളതിൻ്റെ അകത്തുനിന്ന് സോൾവെന്റ് വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. ഒരു പുതിയ തരം സൺഫ്ലവർ ഓയില് കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് ഹൈയൊലിക് സൺഫ്ലവർ ഓയിൽ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും അത് ഫ്രൈയിങ്ങിന് ഒക്കെയാണ് പോകുന്നത്. അത് ഭയങ്കരമായിട്ട് ഹീറ്റ് സ്റ്റേബിൾ ആണത്. അപ്പൊ അതായത് അതിന്റെ ഒലീക് ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പം അതായത് ഒമേഗ 9. അപ്പം സാധാരണ സൺഫ്ലവർ ഓയിലിൽ ഒമേഗ 6 ആണ് കൂടുതലുള്ളത്. ഒമേഗ 6 എന്ന് പറയുന്നത് പെട്ടെന്ന് ഓക്സിഡൈസ്ഡ് ആവും, ഒട്ടും സ്റ്റേബിൾ അല്ലാത്ത ഒരു ഭാഗമാണത്. അപ്പം അതേസമയം ഹൈയൊലിക് സൺഫ്ലവറിൽ ഒലീക് ആസിഡ് കൂടുതലുള്ളതുകൊണ്ട് അത് ഹീറ്റ് സ്റ്റേബിൾ ആണ് കുറച്ചുകൂടെ. അതുകൊണ്ട് അത് ഫ്രൈയിങ്ങിനും ഇപ്പം കൂടുതൽ ഇപ്പം നോക്കുകയാണെങ്കിൽ വലിയ ഫുഡ് ചെയിൻസുകളൊക്കെ മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFC ഇങ്ങനെയുള്ള ഫുഡ് ചെയിനുകളൊക്കെ ഈ ഒരു ഓയിലിലേക്ക് മാറുന്നുണ്ട്. അത് കൂടുതൽ അവർക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്, കൂടുതൽ ഫ്രൈയിങ് ലൈഫ് അതിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് എക്സ്പെൻസീവ് ആണ് എങ്കിൽ പോലും അത് കുറെ കൂടി സാധാരണ ഓയിലിനെ വെച്ച് നോക്കുമ്പോൾ കുറെ പ്രാവശ്യം ഫ്രൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒലിവ് ഓയിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു എനിക്ക് തോന്നുന്നു ഗൾഫ് കൺട്രീസിലൊക്കെ വന്നതിന് ശേഷം ഇതിന്റെ ഒരു അവൈലബിലിറ്റി കൂടുതലാണ്, ആളുകൾ കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി അറിയാം? എല്ലാവരും പറയും ഓക്കെ വെർജിൻ ഒലിവ് ഓയിൽ ഉണ്ട്, നോർമൽ ഒലിവ് ഓയിൽ ഉണ്ട്. പക്ഷേ അതിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ആക്ച്വലി 4 ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. IOOC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഒലിവ് ഓയിൽ കൗൺസിലിന്റെ പ്രകാരം 4 ക്ലാസിഫിക്കേഷൻ ആണ് ഒലിവ് ഓയിലിനുള്ളത്. ഇപ്പൊ ഒന്ന് വന്നിട്ട് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. അത് കോൾഡ് പ്രസ് വഴി ഏറ്റവും ബെസ്റ്റ് ഒലിവ്സ് എടുത്തിട്ട് അത് കോൾഡ് പ്രസ് ചെയ്യുന്നതാണ് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലേവർ വളരെ നല്ലതായിരിക്കും, അസിഡിറ്റി വളരെ കുറവായിരിക്കും, പിന്നെ അതിൽ ഒത്തിരി ഫ്ലേവനോയിഡ്സ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് കൂടുതലായിട്ടും, പക്ഷെ അത് ഒരു ഹീറ്റ് സ്റ്റേബിൾ അല്ല. ഈവൻ സ്മോക്ക് പോയിന്റ് ഭയങ്കര കൂടുതലാണെങ്കിലും നമ്മൾ അത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ആ ഒരു നല്ല ഗുണങ്ങളൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് തന്നെ അത് കൂടുതലും സാലഡ്സിലും ഒത്തിരി ഹീറ്റ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വന്നിട്ടുള്ളത് വെർജിൻ ഒലിവ് ഓയിൽ. അപ്പൊ ഈ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലും വെർജിൻ ഒലിവ് ഓയിലും രണ്ടാണ്. വെർജിൻ ഒലിവ് ഓയില് ഈ ഒലിവ്സ് ഇത് യൂസ് ചെയ്യുന്ന പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒലിവ്സ് ചിലപ്പോൾ അതായത് കുറച്ച് ഓവർ റൈപ്പ് ആവാം, ക്വാളിറ്റി കുറച്ച് മോശമായിരിക്കാം. പിന്നെ ഇതിന്റെ ലേറ്റ് ആവും തോറും പ്രസ് ചെയ്യാനായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്ര മണിക്കൂറിന് ശേഷം ഇത് പ്രസ് ചെയ്താൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഓയിൽ കിട്ടത്തുള്ളൂ. ചിലപ്പോൾ ആ ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ആ പ്രസ് ചെയ്യാനുള്ള ഇടയ്ക്കത്തെ ആ ഇന്റർവെൽ കുറച്ച് കൂടിക്കഴിഞ്ഞ് ഇതിന്റെ അസിഡിറ്റി കൂടും. അപ്പം ഈ വെർജിൻ ഒലിവ് ഓയില് ഈവൻ ഇതിനാണേലും നല്ല ഫ്ലേവറും ഈ പറഞ്ഞ പോലെ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിന്റെ അസിഡിറ്റി കുറച്ച് കൂടുതലായിരിക്കും. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിന്റെ അത്ര ഫ്ലേവറും ഉണ്ടാവില്ല. പിന്നെ ഉള്ളത് പ്യുവർ ഒലിവ് ഓയിൽ. ഇപ്പൊ നമ്മള് സൂപ്പർ മാർക്കറ്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഒരു ബോട്ടിൽ കാണുകയാണ് പ്യുവർ ഒലിവ് ഓയിൽ. അപ്പൊ നമ്മുടെ സാധാരണമായ ഒരു മനുഷ്യൻ വിചാരിക്കുന്നത് ഓക്കെ ഇത് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു ഒലിവ് ഓയിൽ എന്നാണ്. അപ്പം ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ. പ്യുവർ ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് എപ്പോഴും റിഫൈൻഡ് ഓയിൽ തന്നെ ആയിരിക്കും. ഈ ഒലിവ് ഓയിൽ അതായത് അത്ര നല്ല ഒലിവ്സ് ഒന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ദിവസങ്ങളോളം കഴിഞ്ഞിട്ട് പ്രസ് ചെയ്തെടുത്ത ഓയിലായിരിക്കും. അപ്പൊ അത് വളരെ മോശമായിരിക്കും, ഭയങ്കര ഹൈ അസിഡിക് ആയിരിക്കും, FFA ഭയങ്കര ഫ്രീ ഫാറ്റി ആസിഡ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഫ്ലേവർ അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പൊ അവർക്ക് അത് എന്തായാലും റിഫൈൻ ചെയ്തേ അത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിഫൈൻ ചെയ്യാതെ അത് കുക്കിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഇവര് റിഫൈൻ ചെയ്തതിന് ശേഷം ബാക്ക് ബ്ലെൻഡ് ചെയ്യും, കുറച്ച് വെർജിൻ ഒലിവ് ഓയിലും കൂടെ അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട്. അപ്പൊ ആ ഒരു നാച്ചുറൽ ഫ്ലേവറും ആ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. അപ്പൊ അതിനെ വന്നിട്ട് ഇവര് പ്യുവർ ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്തിട്ട് വിൽക്കുന്നതാണ് ഈ പ്യുവർ ഒലിവ് ഓയിൽ. അത് ബ്ലെൻഡഡ് ആണ്, പക്ഷെ അത് അത്ര മോശമൊന്നുമല്ല. അത് കുക്കിങ്ങിന് യൂസ് ചെയ്യാം, സാധാരണ പോലെ കുറച്ച് ഹീറ്റ് കൂടുതലുള്ള നമ്മുടെ വീടുകളിലെ കുക്കിങ്ങിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അവസാനത്തെ ലാസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒലിവ് പൊമേസ് ഓയിലാണ്. ഈ പ്രസ് ചെയ്ത സാധനങ്ങളുടെ എല്ലാം വേസ്റ്റ്, ശരിക്കും വേസ്റ്റ് എന്ന് തന്നെ പറയണം. ഇതിന്റെ ആ ഫൈബർ, തോട്, ഇതിന്റെ അകത്തൊരു കുരു ഉണ്ടല്ലോ, ആ കുരു,
അതൊരു കേർണലാണ്. ഇതെല്ലാം കൂടി അരച്ചിട്ട് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ നടത്തുന്നതാണ് ഈ ഒലിവ് പൊമേസ് ഓയിൽ. അപ്പൊ ഒലിവ് പൊമേസ് ഓയിൽ എഡിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, എഡിബിൾ ആണ്, നമുക്കിവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കൂടുതൽ ഇവർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ സാധാരണ ഒരു ഓയിൽ പോലെ തന്നെയാണ്. ഇതിലൊരു ഒലിവ് ഓയിലിന്റെ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ അതില് ചില ആളുകള് ഫ്ലേവറും കളറും ഒക്കെ ആഡ് ചെയ്തിട്ട് അത് വിൽക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് പെയിന്റ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാറുണ്ട്, നോൺ ഫുഡ് ഇൻഡസ്ട്രിയിൽ. പിന്നെ ഒലിവ് പൊമേസ് ഓയിൽ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒത്തിരി ഒലിവ് ഓയിൽ എന്ന് തന്നെ പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിൽ ഈ ഫ്ലേവറും കളറും പച്ച കളറും കുറച്ച് ഫ്ലേവറും ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഒലിവ് ഓയിലിന്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. അപ്പൊ അതും എഡിബിൾ തന്നെയാണ്, പക്ഷെ അതിന്റെ ആ ഒരു ഒലിവ് ഓയിലിന്റെ ക്വാളിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ആസ് പെർ റെഗുലേഷൻ അലൗഡും ആണ് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒലിവ് ഓയിലിന്റെ ഒരു 20 ഏകദേശം ഒലിവിന്റെ 20% ഓയിലാണ്. അതാ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 19 to 20% ഓയിൽ റിക്കവറി ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ആയുസ്സുള്ള ഒരു എന്താ പറയുന്നത് വൃക്ഷങ്ങളിൽ പ്ലാന്റിൽ പെട്ടതാണ് ഈ ഒലിവ്. 100 വർഷത്തിൽ കൂടുതൽ ഇതിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. 100 വർഷത്തിൽ കൂടുതൽ. ഇറ്റലിയിലെ ചില ഐലൻഡുകളിലൊക്കെ 1000 വർഷത്തിൽ കൂടിയ ഒലിവ് ട്രീസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും അതിൽ ഒലിവ്സ് ഉണ്ടാകാറുമുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഒരു ലോങ് ലൈഫ് ഉള്ള ഒരു ട്രീ ആണ് ഒലിവ്സ്. പിന്നെ വന്നിട്ടുള്ളത് കോൺ ഓയിൽ. കോണിന്റെ കേർണൽസിൽ നിന്ന് എടുക്കുന്ന 45 to 50% ഓയിലുണ്ട്. ഇത് വെരി ഹൈ ഇൻ ഒമേഗ 6 ആണ്. പിന്നെ കോക്കനട്ട് ഓയിൽ, നമ്മുടെ വെളിച്ചെണ്ണ സാധാരണ നമ്മൾ കൊപ്ര പലതരം ഉണ്ടല്ലോ. ഇപ്പം വെർജിൻ ഉണ്ട്. ഇപ്പം ഈ ഒലിവ് ഓയിലിന്റെ പോലെ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിലും വെർജിൻ കോക്കനട്ട് ഓയിലും ഇല്ല. അത് രണ്ടും ഒന്നേ ഉള്ളൂ. വെർജിൻ കോക്കനട്ട് ഓയിലേ ഉള്ളൂ. ദർ ഈസ് നോ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പം പിന്നെ സാധാരണ വെളിച്ചെണ്ണയും. സാധാരണ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് കൊപ്രായിൽ നിന്ന് എടുക്കുന്നത്. നമ്മൾ ഉണക്കിയിട്ട് തേങ്ങ അതിനാണല്ലോ കൊപ്ര എന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുനിന്ന് എക്സ്പെല്ലർ വഴി പ്രസ് ചെയ്തെടുക്കുന്നതാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതിൽ ഒരു 60 to 70% ഓയിൽ കിട്ടും. ബാക്കിയുള്ളത് മീല് സാധാരണ ആനിമൽ ഫീഡായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ വെർജിൻ കോക്കനട്ട് ഓയിൽ പച്ചത്തേങ്ങയിൽ നിന്ന് എടുക്കുന്ന, അത് പ്രസ് ചെയ്തിട്ട് വളരെ ഹീറ്റ് വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അത് അതിൻ്റെ ആ ഫ്ലേവറും സ്മെല്ലും ടേസ്റ്റും ഒന്നും മാറാതെ ലഭിക്കും. അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു നമ്മൾ വീണ്ടും സംസാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ കോക്കനട്ട് ഓയിലിൽ ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഏറ്റവും കൂടുതലുള്ള ഓയിലിൽ ഒന്നാണ് കോക്കനട്ട് ഓയിൽ. ഓയിലിൽ ഒന്നെന്ന് പറയാൻ പാടില്ല, വേറെ ഓയിലുകൾ ഇല്ലെന്ന് തന്നെ പറയാം. ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലുള്ളത്, ഈവൻ പാം കേർണൽ ഓയിലിൻ്റെ അകത്ത് കുറച്ച് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടെങ്കിലും കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് ഏകദേശം I think medium chain triglycerides almost 60%, 65% of medium chain triglycerides ഉണ്ട് കോക്കനട്ട് ഓയിലിൽ, ഫാറ്റി ആസിഡ്സ്. അപ്പൊ അത് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫന്റ് ഫോർമുലാസിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഈ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. അതും പ്രധാനമായിട്ടും ഇവർ ഈ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫന്റ് ഫോർമുലാസിലെ ഫാറ്റ്, അതിന്റെ ആ ഒരു ഫാറ്റി ആസിഡ് കോമ്പോസിഷൻ എപ്പോഴും ബ്രസ്റ്റ് മിൽക്കിനെ ഇമിറ്റേറ്റ് ചെയ്താണ് ഇവർ ട്രൈ ചെയ്യുന്നത്, കമ്പനീസ് ഉണ്ടാക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് ഉണ്ടാക്കണമെങ്കിൽ, കുറെയെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ കോക്കനട്ട് ഓയിൽ ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ കോക്കനട്ട് ഓയിൽ വളരെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇൻഫന്റ് ഫോർമുല. അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒന്നെടുത്ത് അതിന്റെ ആ ഒരു ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് ഇൻഫന്റ് ഫോർമുലാസിലെല്ലാം തന്നെ കോക്കനട്ട് ഓയിൽ ഉണ്ടാവും. അത് ഈ MCT കാരണമാണ്, മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കൊണ്ടാണ്.
പിന്നെ ഉള്ളത് റൈസ് ബ്രാൻ ഓയിൽ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇന്ത്യയിലൊക്കെ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ്. അപ്പം ഇത് നമ്മുടെ തവിടിന്റെ അകത്തുനിന്ന് എന്താണ് അരിയുടെ തവിടിൽ നിന്ന് എടുക്കുന്ന ഓയിലാണിത്. ഇത് ഒരു പ്രധാനമായിട്ട് ഇത് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ തന്നെയാണ്. കാരണം തവിടില് വളരെ കുറച്ച് ഓയിലേ ഉള്ളൂ. അപ്പൊ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ സാധാരണ പ്രസ്സിങ് കൊണ്ട് പറ്റത്തില്ല, സോൾവെന്റ് എക്സ്ട്രാക്ഷൻ തന്നെ വേണം. പിന്നെ ഹൈ ഹീറ്റ് ഇതിൽ അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ഇതിന്റെ ചില ഗുണങ്ങളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കും, അങ്ങനെ പോകത്തില്ല. പിന്നെ ഇത് കൂടുതലും റിഫൈൻ ചെയ്ത് വരാറില്ല, ഇത് ഫിൽറ്റർ ചെയ്ത് തന്നെ വരാറുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കോക്കനട്ട് ഓയിൽ ചെയ്യുന്ന പോലെ തന്നെ മൾട്ടിപ്പിൾ ഫിൽട്രേഷൻ പ്രോസസ്സിൽ കൂടെ പോയി അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ വൈറ്റമിൻ ഇ, അതായത് ടോക്കോഫിറോള്, ടോക്കോട്രിനോള്, പിന്നെ ഒറൈസനോൾ എന്ന് പറയുന്ന ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു വസ്തുവുണ്ട്. അപ്പം ഇതെല്ലാം ആന്റി ഓക്സിഡൻസ് എല്ലാം അതിലുണ്ട്, അതൊന്നും പോകുന്നില്ല റിഫൈൻ ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഫൈറ്റോസ്റ്റിറോൾസ്. അപ്പം ഈ റിഫൈൻ ചെയ്യുമ്പോൾ ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകുമ്പോഴാണ് ഈ നല്ല വസ്തുക്കളെല്ലാം ഓയിലിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അപ്പൊ ഈ റൈസ് ബ്രാൻ ഓയിൽ റിഫൈൻ ചെയ്യാതെ വരുന്നത് കൊണ്ട് ഇവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും, നമ്മൾ ഇപ്പം കണ്ട കുറെ ഓയിലുകളുടെ ഒരു ഡിഫറൻസ്. അതായത് ഇപ്പൊ എത്രത്തോളം സാച്ചുറേറ്റ്സ്, ചില ഓയിലുകളിൽ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് വളരെ കൂടുതൽ, ചിലതിൽ മോണോ അൺസാച്ചുറേറ്റഡ്, ചിലതിൽ പോളി അൺസാച്ചുറേറ്റഡ്. ഇപ്പൊ ഒരു ഓയിലും മറ്റൊന്ന് പോലെ ഇല്ല, എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാത്തിന്റെയും ഫാറ്റി ആസിഡ് കോമ്പോസിഷൻസ് ഡിഫറെന്റ് ആണ്, എല്ലാത്തിന്റെയും ട്രൈഗ്ലിസറൈഡ് കോമ്പോസിഷൻസ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ പാം ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഏകദേശം 50% സാച്ചുറേറ്റഡ് ആണ്, 40% മോണോ അൺസാച്ചുറേറ്റഡ് ആണ്, ഏകദേശം 10% പോളി അൺസാച്ചുറേറ്റഡ് ആണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇപ്പൊ കോക്കനട്ട് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ 90% കൂടുതൽ, ഏകദേശം 90% സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. ഹൈയോലിക് സൺഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ 80% കൂടുതൽ മൂഫായാണ്, മോണോ അൺസാച്ചുറേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ ഓരോ ഓയിലിനും അതിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അത് നാച്ചുറലി അത് ഡിഫറെന്റ് ആണ് എല്ലാം. പിന്നെ ഇപ്പൊ നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ, എഡിബിൾ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു പ്രോസസ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ആ ഒരു ഹാർവസ്റ്റിംഗ് ആണ്. ഹാർവസ്റ്റിംഗ് ഓരോ ഫീഡിനും ഓരോ സീഡും ഓരോ തരത്തിലാണ് അതിന്റെ ഒരു ഹാർവസ്റ്റും കാര്യങ്ങളും വരുന്നത്. അപ്പൊ ഇത് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ സീഡോ അല്ലെങ്കിൽ ഫ്രൂട്ടോ എന്ത് തന്നെയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് 2 തരത്തിലാണ് സാധാരണ എക്സ്ട്രാക്ഷൻ നടക്കുക. ഒന്ന് മെക്കാനിക്കൽ എക്സ്ട്രാക്ഷൻ, ഒന്ന് സോൾവെന്റ് എക്സ്ട്രാക്ഷൻ. അപ്പൊ മെക്കാനിക്കൽ എക്സ്ട്രാക്ഷനിൽ കോൾഡ് പ്രസ് ഉണ്ട്, ഹോട്ട് പ്രസ് ഉണ്ട്. അപ്പം കോൾഡ് പ്രസ് സാധാരണ ഈ കൂടുതലും വന്നിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയില് അല്ല വെർജിൻ ഒലിവ് ഓയില് ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് സാധാരണ കോൾഡ് പ്രസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന ഒരു പിക്ചർ, ഈവൻ വളരെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരെ ഇപ്പം പല സ്ഥലങ്ങളിലും ചെയ്യുന്നുണ്ട് ഇത്. പച്ചത്തേങ്ങ വെച്ചിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ഉണ്ടാക്കുന്നതൊക്കെ. ഹോട്ട് പ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നത് കൂടുതലും സീഡുകളാണ്. ഇപ്പൊ സൺഫ്ലവർ സീഡ് അല്ലെ കോൺ സീഡ് ഇവയൊക്കെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തതിന് ശേഷം അത് ഗ്രൈൻഡ് ചെയ്യും. സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ചൂടാക്കിയിട്ട് ഇത് പ്രസ് ചെയ്യും. എക്സ്റ്റേണൽ ഹീറ്റ് കൊടുത്തിട്ട് ഇത് പ്രസ് ചെയ്ത് ആദ്യമേ അതിൻ്റെ അകത്തു നിന്നുള്ള ഓയിൽ എടുക്കും. പിന്നെ ബാക്കി വരുന്നത് വീണ്ടും അതിൻ്റെ അകത്ത് ഓയിലുണ്ട്, മുഴുവൻ ഓയിലും വരത്തില്ല, അങ്ങനെ ഒരു പ്രസ് കൊണ്ടൊന്നും മുഴുവൻ ഓയിലും വരത്തില്ല. അപ്പൊ അത് വീണ്ടും ഒരു സോൾവെന്റ് എക്സ്ട്രാക്ഷനിലേക്ക് ഡയറക്റ്റ് പോകും. അപ്പം സോയാബീൻ ഓയിലിന്റെ ഒക്കെ കേസ് എടുക്കുവാണെങ്കിൽ സോയാബീൻ ഒക്കെ നേരെ തന്നെ സോൾവെന്റ് എക്സ്ട്രാക്ഷനിലേക്ക് പോവുകയാണ്. അതിന്റെ ഓയിൽ പെർസെൻറ്റേജ് വളരെ കുറവായ കാരണം അത് ഡയറക്റ്റ് സോൾവെന്റ് എക്സ്ട്രാക്ഷനിലേക്ക് പോവുക. സാധാരണ ഒരു സോൾവെന്റ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഹെക്സൈൻ ആണ് ഒരു 95% ഇൻഡസ്ട്രീസും യൂസ് ചെയ്യുന്നത്, ഓർഗാനിക് സോൾവെന്റ്. പിന്നെ ഐസോപ്രോപ്പൈലും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം കുറച്ച് വർഷങ്ങൾ കൊണ്ട് വന്നേക്കുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് സൂപ്പർ ക്രിട്ടിക്കൽ സോൾവെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സൂപ്പർ ക്രിട്ടിക്കൽ സോൾവെന്റ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്.
ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് 31.3 31.8 ഡിഗ്രിയിൽ ഹൈ പ്രഷറിൽ, നോർമലി ഒരു 1100 PSI പ്രഷറിൽ, ബാർ പ്രഷറിൽ അത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു 32 ഡിഗ്രിയിൽ ഇത് ലിക്വിഡ് ആവും, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ ഇതിന് ലിക്വിഡിന്റെ ആ ഒരു സോൾവെന്റിന്റെ ആ ഒരു ഗുണവുമുണ്ട്, ഗ്യാസിന്റെ ഒരു ഗുണവുമുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു കൺട്രോൾഡ്, പല പാരാമീറ്റേഴ്സ് ഇതിൽ അഫക്റ്റഡ് ആണ്. ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ റേറ്റ്, അങ്ങനെ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു എക്സലന്റ് സോൾവെന്റ് ആണ്. ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം, അതിലൊരു കെമിക്കൽ ഇൻവോൾവ്ഡ് അല്ല, ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ്ഡ് അല്ല. അപ്പൊ ഇപ്പം പുതിയതായിട്ട് വരുന്ന എല്ലാ ഇൻഡസ്ട്രീസും, ഓൾമോസ്റ്റ് എവറി ഇൻഡസ്ട്രി പുതിയതായിട്ട് വരുന്നത്, പഴയതൊന്നുമല്ല, പുതിയതായിട്ട് വരുന്ന ഇൻഡസ്ട്രി ഇങ്ങനത്തെ ഈ ക്രഷിംഗ് യൂണിറ്റുകൾ, എക്സ്ട്രാക്ഷൻ യൂണിറ്റുകളൊക്കെ തന്നെ ഈ സൂപ്പർ ക്രിട്ടിക്കൽ സോൾവെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇവിടെ കാണാൻ ഒരു ചെറിയൊരു പൈലറ്റ് സ്കെയില് സോൾവെന്റ്, സൂപ്പർ ക്രിട്ടിക്കൽ സോൾവെന്റ് ആണ് ഇരിക്കുന്നത് ഈ പിക്ചറിൽ. ഒരു പൈലറ്റ് സ്കെയിലാണത്. ഇതിന്റെ ഏറ്റവും ഒരു എന്താ പറയുന്നത്, ഒരു സേഫ്റ്റി കൺസേൺ ഉള്ളതെന്ന് പറയുന്നത് ഭയങ്കര പ്രഷർ ഉണ്ട്. ഇത് ഹൈ പ്രഷറിലാണ് ഇതിന്റെ ആ ഒരു എക്സ്ട്രാക്ഷൻ നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സേഫ്റ്റി കൺസേൺ ഒഴിച്ച് ഇത് വളരെ എക്കണോമിക്കൽ ആയിട്ടുള്ള, വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. റിഫൈനിങ് ആണ് വന്നിട്ട് പിന്നെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓയിൽ കിട്ടി, അത് വീണ്ടും റിഫൈനിങ്ങിലേക്ക് പോവാം. റിഫൈനിങ് ഈ പറയുന്ന പോലെ ഒരു ഒറ്റ സ്റ്റെപ്പ് അല്ല, അത് പല പല സ്റ്റെപ്പുകളായിട്ട് നടക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഓയിൽ റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് റിഫൈൻ ചെയ്യാൻ എന്തിനാണ് നമ്മൾ റിഫൈൻ ചെയ്യുന്ന ഓയിൽ? ഇവിടെ കാണാൻ പറ്റും ക്രൂഡ് ആയിട്ടുള്ള, അതായത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഓയിൽ ഇങ്ങനെ ഇരിക്കും, ക്രൂഡ് പാം ഓയിൽ, റെഡ് കളറിൽ. റെഡ് കളർ ആയിരിക്കും, ഭയങ്കര തിക്ക് ആയിരിക്കും, അതിലൊത്തിരി സോലുബിളും ഇൻസോലുബിളും ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒത്തിരി ഉണ്ടായിരിക്കും. പക്ഷെ അത് റിഫൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്തെ ഈ ഒരു പിക്ചറിലെ പോലെ വളരെ ക്ലിയർ ആയിട്ട് ലൈറ്റ് യെല്ലോ കളറിൽ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഓയിൽ ലഭിക്കും. അപ്പൊ എന്തിനാണ് നമ്മളിങ്ങനെ റിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഓയില് പലർക്കും വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഹെൽത്തിന് വളരെ നല്ലതാണ്. ആക്ച്വലി അതിൽ ഒത്തിരി നല്ല സബ്സ്റ്റൻസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഷെൽഫ് ലൈഫ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് അത് യൂസ് ചെയ്യാനായിട്ടൊരു മടിയാണ്, ആ കളറും ആ ഒരു ടെക്സ്ചറും ഒക്കെ കണ്ടു കഴിയുമ്പോൾ. പിന്നെ ഇതിന്റെ ആ ഒരു ട്രാൻസ്പോർട്ടേഷനും ഇപ്പൊ പ്രധാനമായിട്ടും ഷെൽഫ് ലൈഫ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ റിഫൈനിങ് പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പം പല ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അതെല്ലാം മൈനർ ഇമ്പ്യൂരിറ്റീസ് ഒത്തിരി ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ്, മെറ്റൽസ് ഉണ്ട്, കളറ്, നമുക്ക് ആവശ്യമില്ലാത്ത കളറ്, ഓർഡർ, ബാഡ് ടേസ്റ്റ്, ഫ്രീ ഫാറ്റി ആസിഡ്സ്, അങ്ങനെ പല സംഗതികളും ഇതിൻ്റെ അകത്തൊന്നും നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ റിഫൈനിങ് നടത്തുന്നത്. ഇപ്പൊ റിഫൈനിങ് കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. അതായത് നമ്മളൊരു ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓയിലിന്റെ ടേസ്റ്റ് അല്ലല്ലോ വേണ്ടത്, നമുക്ക് ആ ഫുഡിന്റെ ടേസ്റ്റാണ് കിട്ടേണ്ടത്. അപ്പൊ അതിനെ കുറച്ചുകൂടി ബ്ലാൻഡ് ആക്കി എടുക്കുക. അപ്പം ഫുഡ് കുറച്ചുകൂടി ഒരു ഫുഡിന് കുറച്ചുകൂടി ഒരു എന്നാ പറയുന്നത്, ആ ഒരു ഫുഡിന്റെ ടേസ്റ്റ് നമുക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ റിഫൈനിങ് നോർമലി ഇറ്റ്സ് ഓൾവേസ് എ ഹൈ ടെമ്പറേച്ചർ പ്രോസസ്. പക്ഷെ അത് വളരെ കൺട്രോൾഡ് ആയിട്ടാണ് ചെയ്യുന്നത്. കൺട്രോൾഡ് ആയിട്ട് ചെയ്തില്ലെങ്കിലത്തെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഓക്സിഡേഷനും പോളിമറൈസേഷനും ഒക്കെ ഉണ്ടാവും അതിൽ. പക്ഷെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള വാക്യൂം കണ്ടീഷനിലാണ് എല്ലാ റിഫൈനിങ്ങും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വളരെ പ്രയോജനകരമായിട്ടുള്ള ചില കമ്പോണൻസ്, അതായത് വൈറ്റമിൻ ഇ പോലെയുള്ള ചില സ്റ്റീറോൾസ് പോലെയുള്ള ചില കമ്പോണൻസ് നമുക്ക് അതിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് റിഫൈനിങ് നടത്താൻ പറ്റുന്നതാണ്. ഇതൊരു ഫ്ലോ ചാർട്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് റിഫൈനിങ്ങിന്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. സാധാരണയായിട്ട് 2 തരത്തിലാണ് റിഫൈനിങ് ഉള്ളത്. കെമിക്കൽ റിഫൈനിങ് ഉണ്ട്, ഫിസിക്കൽ റിഫൈനിങ് ഉണ്ട്. ഇപ്പൊ കെമിക്കൽ റിഫൈനിങ് സാധാരണ ചെയ്യുന്നത് സീഡ് ഓയിലുകളിലാണ്. അതായത് സോയാബീൻ ഓയിൽ, കനോള, സൺഫ്ലവർ, ഇങ്ങനെയുള്ള ഓയിലുകളൊക്കെയാണ് കെമിക്കൽ റിഫൈനിങ് ചെയ്യുന്നത്. കാരണം ഇതിൽ അസിഡിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, ഫ്രീ ഫാറ്റി ആസിഡ്സ് കുറച്ച് കൂടുതലായിരിക്കും.
അപ്പം കെമിക്കൽ, പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള ഒരു വലിയൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ വാക്സസ് ഉണ്ട് ഇതില്. അപ്പം ഇത് ഒരു ക്ലൗഡി ആയിട്ട് കിടക്കും എപ്പോഴും. അപ്പൊ അതിനെയൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെമിക്കൽ റിഫൈനിങ് നടത്തിയാലേ പറ്റത്തുള്ളൂ. ഇതൊന്നും മനുഷ്യന് ഹാംഫുൾ അല്ല, ഹെൽത്തിന് ഹാംഫുൾ അല്ല ഇതൊന്നും. എങ്കിൽ പോലും ഇത് ഈ ഒരു നല്ലൊരു ക്ലിയർ സാധനമാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ എല്ലാ പ്രോസസ്സിൽ കൂടെ പോയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇത് ആദ്യം കെമിക്കൽ റിഫൈനിങ് ചെയ്യുവാണെങ്കിൽ ആസിഡ് ഡീഗം ചെയ്യണം, കാരണം അതിലുള്ള ഗംസിനെ എല്ലാം നമ്മൾ റിമൂവ് ചെയ്യണം. അപ്പൊ ആസിഡ് ഡീഗമിന് വേണ്ടി സാധാരണ ഫോസ്ഫോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുക. ഫോസ്ഫോറിക് ആസിഡ് യൂസ് ചെയ്തിട്ട് അതില് സോലുബിൾ ആയിട്ട് ഇൻസോലുബിൾ ആയിട്ടുള്ള പല ഗംസ് ഉണ്ടാവും. അപ്പൊ അതില് ഫോസ്ഫോറിക് ആസിഡ് അതിൽ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ന്യൂട്രലൈസ് ചെയ്യണം. ഈ ആഡ് ചെയ്ത ഫോസ്ഫോറിക് ആസിഡും ഇതിൽ ഓൾറെഡി ഉള്ള ഫ്രീ ഫാറ്റി ആസിഡ്സിനെ എല്ലാത്തിനെയും കൂടെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളൊരു ആൽക്കലി യൂസ് ചെയ്യും. അപ്പൊ ആൽക്കലി ഇൻഡസ്ട്രിയിൽ സാധാരണ യൂസ് ചെയ്യുന്നത് കോസ്റ്റിക് സോഡയാണ്. 100% ഇൻഡസ്ട്രീസും യൂസ് ചെയ്യുന്നത് കോസ്റ്റിക് സോഡയാണ്. അപ്പൊ അതിന്റെ ഒരു പെർസെൻറ്റേജ് ഒരു കാൽക്കുലേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് എത്ര അസിഡിറ്റി നോക്കിയിട്ട് ഇത്ര അസിഡിറ്റിക്ക് അനുപാതമായിട്ടുള്ള കോസ്റ്റിക് സോഡയാണ് യൂസ് ചെയ്യുക. അപ്പം അത് ന്യൂട്രലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു സപ്പോണിഫിക്കേഷൻ നടക്കും. സപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ ഓയിലും ലിപ്പിഡും അല്ലെങ്കിൽ ഈ ഗംസും എല്ലാം അതിൻ്റെ ഒരു സോപ്പായിട്ടും ആൽക്കഹോളായിട്ടും കൺവേർട്ട് ചെയ്യും. അതൊരു ആൽക്കലിയുടെ പ്രസൻസിൽ ഹൈ ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു കൺവേർഷൻ നടക്കും. അപ്പൊ അത് വീണ്ടും ഒരു സെൻട്രിഫ്യൂജിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ടർ, അപ്പൊ ഈ സോപ്പ് മുഴുവനും വാട്ടർ സോലുബിൾ ആണ്. സോപ്പ് വാട്ടർ സോലുബിൾ ആണല്ലോ. അപ്പൊ അത് മുഴുവനും സെൻട്രിഫ്യൂജ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത് ആ സോപ്പ് സ്റ്റോക്ക് വേറെ മാറ്റി ആ സോപ്പ് സ്റ്റോക്ക് പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് ആസിഡ് വെച്ചിട്ട് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡ് ആസിഡ്സ് ആണ് സാധാരണ സൾഫ്യൂരിക് ആസിഡ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് സോപ്പാക്കി അത് ഇൻഡസ്ട്രീസിലേക്ക് അതിന്റെ യൂസിന് വേണ്ടി വേറെ പോവും. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്ത ഓയില് 2-3 പ്രാവശ്യം വാട്ടർ വാഷിങ് നടത്തും. വാട്ടർ വാഷിങ് നടത്തുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും റെസിഡ്യൂസ്, സോപ്പ് റെസിഡ്യൂസ് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ സോലുബിൾ ആണല്ലോ, അത് സോലുബിൾ ആയിട്ട് അതങ്ങ് പൊക്കോളും. പിന്നെ അത് അണ്ടർ വാക്യൂമില് അത് ഡ്രൈ ചെയ്യും. അപ്പൊ അതിലെ വാട്ടർ കണ്ടന്റ് മുഴുവൻ പോയി ഡ്രൈ ആയി അത് ബ്ലീച്ചിങ്ങിലേക്ക് പോവുകയാണ്. ബ്ലീച്ചിങ്ങിലേക്ക് പോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കളർ മാറ്റണം, ഇതിന്റെ അകത്തുള്ള കുറെ ആവശ്യമില്ലാത്ത കുറെ ഇംപ്യൂരിറ്റീസ് ഉണ്ട്, അതെല്ലാം മാറ്റണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലീച്ചിങ്ങിലേക്ക് പോകും. ബ്ലീച്ചിങ് എർത്ത് യൂസ് ചെയ്തിട്ടാണ് ബ്ലീച്ചിങ് ചെയ്യുന്നത്. സാധാരണ അത് സെല്ലുലോസോ അങ്ങനെയുള്ള ചില നാച്ചുറൽ ഉണ്ട്, ആർട്ടിഫിഷ്യലും ഉണ്ട് ബ്ലീച്ചിങ് എർത്തുകൾ. അത് വെച്ചിട്ടാണ് അഡ്സോപ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അഡ്സോപ്ഷൻ വഴി ഈ കളറുകളും ആവശ്യമില്ലാത്ത ഇംപ്യൂരിറ്റീസും എല്ലാം നമ്മൾ അവിടെ വെച്ച് റിമൂവ് ചെയ്യുന്നു. പിന്നെ വീണ്ടും അത് ഡിയോഡറൈസേഷനിലേക്ക് പോകുന്നു. ഡിയോഡറൈസേഷൻ വന്നിട്ട് വെരി ഹൈ ടെമ്പറേച്ചർ പ്രോസസ് ആണത്. അത് 250 to 60 വരെ പോകാം, ഡിപ്പെൻസ് ഓൺ ഓയിൽ. അപ്പൊ അതിൽ പോയിട്ട് അണ്ടർ വാക്യൂമിലാണ് അത് ചെയ്യുന്നത്. അപ്പം അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ പോകുമ്പോൾ ഓൾറെഡി ഈ ഓയിൽ എല്ലാം ഡാമേജ്ഡ് ആവും. പക്ഷെ ഇത് വളരെ കൺട്രോളിൽ ചെയ്ത് വളരെ വാക്യൂം സ്റ്റേറ്റിൽ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കളയുന്നുള്ളൂ. കാരണം അതിന്റെ വോളറ്റൈൽ മെറ്റീരിയൽസ് എല്ലാം പോവും. ഇത്രയും ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറിൽ വാക്യൂം കൊടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള വോളറ്റൈൽ ആയിട്ടുള്ള പ്രധാനമായിട്ടും ഇതിന്റെ ഓർഡർ, സ്മെല്ല് പ്രധാനമായും വോളറ്റൈൽ ആണ്. അപ്പൊ ഇതെല്ലാം ആ ഒരു ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് പോകും. പിന്നെ അപ്പോഴത്തേക്കും റെഡിയായി സാധനം. പിന്നെ നമുക്ക് കൊണ്ടുപോയി പാക്ക് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ കുറച്ച് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആന്റി ഓക്സിഡൻസ്, പല നാച്ചുറൽ സിന്തറ്റിക് പലതരം ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അതൊക്കെ ആഡ് ചെയ്യുക, പാക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഈ ഫിസിക്കൽ റിഫൈനിങ് ആണെങ്കിലും ആ ഒരു ആസിഡ് ആൽക്കലി ന്യൂട്രലൈസേഷൻ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വലിയ വ്യത്യാസമൊന്നുമില്ല, അങ്ങനെയൊക്കെ തന്നെയാണ് ഫിസിക്കൽ റിഫൈനിങ്ങിലും. ഫിസിക്കൽ റിഫൈനിങ്ങിൽ പക്ഷേ ടെമ്പറേച്ചർ കുറെ കൂടി കൂടുതലാണ്. ഹൈ ടെമ്പറേച്ചറിലാണ് ഈ ഒരു റിഫൈനിങ് പ്രോസസ്സ് നടക്കുന്നത്. ഡിയോഡറൈസേഷൻ അല്ല, അതിന് മുമ്പ് തന്നെ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക. പിന്നെ ഇപ്പം പുതിയ ടെക്നോളജി ഒരു 5 വർഷമായിട്ടുണ്ടാവും, 5-6 വർഷമായിട്ടുള്ളത് എൻസൈമാറ്റിക് ഡീഗമ്മിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം ഈ ആസിഡ് ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ
അപ്പൊ ഇതെല്ലാം ഒരു എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിഫൈനിങ് അല്ല ഇതൊന്നും. കാരണം ഈ ആസിഡ് വീണ്ടും വന്നിട്ട് ആൽക്കലി അങ്ങനെ വന്ന് ഒത്തിരി ഈ കെമിക്കൽസ് ഇതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ പുതിയ വന്നിട്ടുള്ളത് എൻസൈമാറ്റിക് ഡീഗമ്മിങ് ആണ്. ലൈപ്പേസ് എൻസൈം വെച്ചിട്ട് ആണ് ഇതിൻ്റെ അകത്ത് ഡീഗമ്മിങ്. അത് കുറെ കൂടെ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചില കമ്പനീസ് ഇപ്പം യൂസ് ചെയ്ത് വരുന്നുണ്ട് അങ്ങനെ. ഇനി നമുക്ക് അതിന്റെ കുറച്ച് മോഡിഫിക്കേഷൻസ്. ഇപ്പം നമ്മൾ കണ്ടു, ഇപ്പം പാം ഓയിൽ പ്രസ് ചെയ്തു, പാം ഓയിൽ കിട്ടി, അല്ലെ സോൾവെന്റ് എക്സ്ട്രാക്ട് ചെയ്തു, സോയാബീൻ കിട്ടി, കനോള കിട്ടി, സൺഫ്ലവർ കിട്ടി. പക്ഷേ നമ്മൾ ഈ കുക്കിംഗ് ഓയിലായിട്ട് മേടിക്കുന്നതൊക്കെ മാത്രമേ അങ്ങനെ വരുന്നുള്ളൂ. അല്ലാതെ ഇതെല്ലാം വേറെ പല പല സാധനങ്ങളായി രൂപാന്തരീകരണം പ്രാപിച്ചാണ് നമ്മുടെ ഈ പല ആപ്ലിക്കേഷൻസിലേക്കും പോകുന്നത്. ഇപ്പം ബേക്കറിയിലേക്കാണേലും ഫ്രൈയിങ്ങിനാണേലും ഒക്കെ അത് ആസ് സച്ച് അങ്ങനെയല്ല പോവുക. അപ്പൊ അതിന് പല ഫോർമേഷൻസും നടക്കുന്നുണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഏറ്റവും ഈസി ആയിട്ട് പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന പാം ഓയിൽ തന്നെയാണ്. ഇപ്പൊ പാം ഓയിലിന്റെ ഇപ്പൊ പാം ഓയിൽ പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടേക്ക് പോകുന്നത് ഫ്രാക്ഷനേഷൻ പ്രോസസ്സിലേക്കാണ്. ഇപ്പൊ റിഫൈൻ ചെയ്യുന്നതിന് മുമ്പും അത് കഴിഞ്ഞിട്ടും ചെയ്യാം ഫ്രാക്ഷനേഷൻ. ഫ്രാക്ഷനേഷൻ എന്ന് പറയുന്നത് ഇതിന് നമ്മൾ രണ്ടാക്കി എടുക്കും. അതായത് ഒരു ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഓയിലും ഒരു ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഓയിലും. അപ്പൊ അത് പ്രധാനമായിട്ടും ചെയ്യുന്നത്, അടുത്ത സ്ലൈഡ് എടുത്താൽ ഇതിൽ കാണാം. അതായത് ഒരു ഓയില് മെൽറ്റ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അതിൽ ഇൻഡ്യൂസ് ചെയ്യുക, ക്രിസ്റ്റലൈസേഷൻ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. ഒരു ഇപ്പൊ നമുക്ക് വേണ്ടത് ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ഫാറ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇതിനെല്ലാം ഒരു പ്രത്യേകം പാരാമീറ്റേഴ്സ് ഉണ്ടാവും. നമ്മൾ അതിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക, അതിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുക. അപ്പൊ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റിൽ ക്രിസ്റ്റലൈസേഷൻ നടക്കുമ്പോൾ എല്ലാ ഫാറ്റും ക്രിസ്റ്റലൈസ് ആവത്തില്ല. കുറച്ച് ഭാഗം മാത്രം, കുറച്ച് പാർട്ട് ഓഫ് ദ ഫാറ്റ് മാത്രം ക്രിസ്റ്റലൈസ് ചെയ്യത്തുള്ളൂ. അപ്പൊ അതൊരു സ്ലറി പോലെ ഇങ്ങനെ കിടക്കും. ഇതിങ്ങനെ അജിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഒരു സ്ലറി പോലെ വന്നിട്ട് ഇതൊരു ഒരു ഫിൽറ്ററിലേക്ക് പോയിട്ട് ഒരു ഫിൽറ്റർ പ്രസ് കൊടുത്തിട്ട്, അടുത്ത സ്ലൈഡിൽ നോക്കിയാ, ഇതൊരു വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫിൽറ്ററാണ് ഇത് ഫ്രാക്ഷനേഷന് വേണ്ടിയിട്ട്. ഇത് മെംബ്രെയിൻ ഫിൽറ്റർ എന്ന് പറയും. ഇതിലേക്ക് ഓയിൽ കൊടുക്കുക, ഓയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഹൈ പ്രഷറിൽ പ്രസ് ചെയ്യുക. കാരണം ഇത് ഓൾറെഡി ഒരു സ്ലറി പോലെയാണ് സാധനം ഇരിക്കുന്നത്. പകുതി ക്രിസ്റ്റലൈസ് ചെയ്തു, ഒത്തിരി ക്രിസ്റ്റൽസ് ഉണ്ട്, കുഞ്ഞു കുഞ്ഞു ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പൊ പകുതി ക്രിസ്റ്റലൈസ്ഡ് ആണ് സാധനം. അപ്പൊ അത് അതിലേക്ക് കൊണ്ടുവന്നിട്ട് ഹൈ പ്രഷറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഓയിൽ മുഴുവനും, ശരിക്കും ഒരു സ്ക്യൂസിങ് ആണ്. നമ്മൾ എന്താ പറയാ, ജ്യൂസ് ഒക്കെ എടുക്കുന്ന പോലെ അതിന്റെ ആ ലിക്വിഡ് മുഴുവൻ താഴേക്കും പോരും. അതിന്റെ ഹാർഡ് ആയിട്ടുള്ള പോർഷൻസ് മുഴുവനും ഈ ഫിൽറ്ററിലിരിക്കും. അപ്പൊ അത് എപ്പോഴും ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു പോർഷനും ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടുള്ള ഒരു പോർഷനും ലിക്വിഡ് പോർഷനും നമുക്ക് കിട്ടും. പിന്നെ വന്നിട്ടുള്ളത് അതങ്ങനെ പല ഒത്തിരിയും ഫ്രാക്ഷനേഷൻ ചെയ്യാറുണ്ട്. ഒന്ന് മാത്രമല്ല, പല പല സ്റ്റേജസ് ഉണ്ട് അതിന്. പിന്നെ വന്നിട്ടുള്ളത് ഹൈഡ്രോജനേഷൻ വന്നിട്ട് അതൊരു പ്രോസസ്സ്. നമ്മൾ ഒരു കാറ്റലിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി ഹൈ ടെമ്പറേച്ചറിൽ ഹൈഡ്രജൻ ഗ്യാസ് കൊടുക്കുക. അപ്പം അതിൽ ആ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ളതൊക്കെ സാച്ചുറേഷനിലേക്ക് പോകും. അപ്പോൾ പാർഷ്യൽ ഹൈഡ്രോജനേഷൻ നടന്നാലാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതിൽ ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ഫോം ചെയ്യും. അപ്പൊ അത് അത്ര നല്ലതല്ല. പക്ഷെ അതിന്റെ ആ ഒരു എന്താ പറയുന്ന ആപ്ലിക്കേഷൻസ് ഭയങ്കര നല്ലതാണ്. പല പല ഉപയോഗമുണ്ട് അതിന്. പിന്നെ ഫുള്ളി ഹൈഡ്രോജനേഷൻ ആയി കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സാച്ചുറേഷൻ ആയി, ഫുൾ ഹാർഡ് ഫാറ്റ് ആയി അത്. അപ്പൊ അത് ഈ ലിക്വിഡ് ഓയിൽസ് എല്ലാം അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നത്തെ ഒരു മോഡിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇന്റർഎസ്ട്രിഫിക്കേഷൻ. ഇത് ഫാറ്റി ആസിഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ മീൻ ട്രൈഗ്ലിസറൈഡ്സിലുള്ള ഫാറ്റി ആസിഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇതില് ഒരു എന്താ പറയാ, ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമേ മാറുന്നുള്ളൂ. ഇതിന്റെ ആ ഒരു ബേസിക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നില്ല കാര്യമായിട്ട്. ഇത് രണ്ടു തരം ഉണ്ട്, കെമിക്കലും എൻസൈമാറ്റിക്കും ഉണ്ട്. പിന്നുള്ളത് ബ്ലെൻഡിങ് ആണ്. പലതരം ഓയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു രീതിയിലേക്ക് ആക്കി എടുക്കുന്നു. ഇപ്പൊ ഹാർഡ് ഫാറ്റും ലിക്വിഡ് ഫാറ്റും കൂടെ ബ്ലെൻഡ് ചെയ്യുക, അങ്ങനെ, അല്ലെങ്കിൽ 3 or 4 തരം ഓയിലുകൾ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. ഇത് ആ ഒരു ഫ്രാക്ഷനേഷന്റെ പല പല സ്റ്റേജസ് ആണ്. ഇത് ഒത്തിരി സ്റ്റേജസ് ഉണ്ട് ആക്ച്വലി. നമുക്ക് ഏത് തരത്തിലുള്ള
ഓയിൽ വേണമെങ്കിൽ, ഇപ്പൊ പാം ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് 4, 5, 8 തരം ഓയിലുകൾ ഉണ്ടാക്കിയെടുക്കാം, ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് അനുസരിച്ച്. അപ്പൊ ആദ്യം അങ്ങോട്ട് പാം ഓയിൽ ഫ്രാക്ഷനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റിയറിൻ പാർട്ട് കിട്ടും, അല്ലെ ഒലീൻ പാർട്ട് കിട്ടും. വീണ്ടും അതിനെ നമ്മൾ പിന്നെയും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ ഫ്രാക്ഷനേറ്റ് ചെയ്തെടുക്കാം, പല ഇതായിട്ട്. അപ്പൊ ഓരോന്നിനും ഓരോ പർപ്പസ് ആണുള്ളത്. ഇപ്പം സ്റ്റിയറിൻ യൂസ് ചെയ്യുന്ന സ്റ്റിയറിനൊക്കെ ഭയങ്കര ഹാർഡ് ഫാറ്റ് ആണ്, അത് വാക്സ് ഉണ്ടാക്കാനും ക്യാൻഡിൽ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് കൂടുതലും. അതേസമയം ഒലീൻ ആണെങ്കിൽ ഫ്രൈ ചെയ്യാനും നമുക്ക് കുക്കിങ്ങിന്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. അങ്ങനെ ഓരോന്ന്, ഇതില് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഫാറ്റുകളുണ്ട്, ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റുന്ന ഫാറ്റുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നു. ഇത് വന്നിട്ട് ഹൈഡ്രോജനേഷൻ ആണ്. ഹൈഡ്രോജനേഷൻ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണിത്. അതായത് സാധാരണ ഒരു ട്രൈഗ്ലിസറൈഡ് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ഉള്ള ഒരു ട്രൈഗ്ലിസറൈഡിലേക്ക് നമ്മൾ ഹൈഡ്രോജനേഷൻ നടക്കുമ്പോൾ ഹൈഡ്രജൻ ഹൈ ടെമ്പറേച്ചറിൽ ഇതിനെ ഹീറ്റ് ചെയ്ത് ഹൈഡ്രജൻ കടത്തി വിടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാറ്റി ആസിഡ്സുകൾ സാച്ചുറേറ്റഡ് ആവും. അതായത് ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ടായി മാറുന്നു, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഡബിൾ ബോണ്ട് ഉള്ളത് ചെറിയ ഡബിൾ ബോണ്ടുകളാവുന്നു. അങ്ങനെ അത് ആ ഒരു സിസ് ഐസോമറൈസേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. ഇതൊരു 20th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിൽ ഇത് കണ്ടുപിടിച്ചതാണ്. ഇത് കണ്ടുപിടിച്ചത് നോർമൻ എന്ന് പറയുന്ന ഒരാളാണ്. ഈ പുള്ളിയുടെ ലാബിൽ വെച്ച ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു പടമാണിത്. ഇതിലാണ് ഈ പുള്ളിക്ക് ഈ ഡോക്ടറിനാണ് ഇതിന്റെ പേറ്റന്റും എല്ലാം ഉള്ളത്. അപ്പം പക്ഷെ ഇത് 20th സെഞ്ചുറിയുടെ ഏർലി 20th സെഞ്ചുറിയിൽ ഇത് കണ്ടുപിടിച്ച് അത് കഴിഞ്ഞ് അത് ഇൻഡസ്ട്രിയലൈസ് ചെയ്തു. അന്നു മുതലേ ആളുകൾ യൂസ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സ് തന്നെയാണിത്. ഇപ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് ഒരു വലിയൊരു വെസലാണ്, ഒരു വലിയ ഓട്ടോക്ലേവ് പോലെ ഒരു വെസല്. അതിൽ 20 മെട്രിക് ടൺ അല്ലെ 10 മെട്രിക് ടൺ 20 മെട്രിക് ടൺ കപ്പാസിറ്റി ഉണ്ടാവും. അത് ഹീറ്റ് ചെയ്യുക. സംടൈംസ് 120, 130, ചിലപ്പോൾ 170 വരെ ഹീറ്റ് ചെയ്യും. ഡിപ്പെൻസ് ഏത് തരത്തിലുള്ള പ്രോഡക്റ്റാ വേണ്ടതെന്ന് വെച്ചാൽ. എന്നിട്ട് അതിലേക്ക് കാറ്റലിസ്റ്റ്, നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഹൈഡ്രജനും വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഫ്ലോയിൽ ഹൈഡ്രജനും കയറ്റിവിടുക. അത് ഇതിനെ ഒരു സിസ് ഐസോമറൈസേഷൻ നടന്ന് അതിന്റെ ഡബിൾ ബോണ്ട് എല്ലാം സിംഗിൾ ബോണ്ടായി നമ്മുടെ ആവശ്യത്തിനുള്ള ഡിസൈൻ ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോജനേഷന്റെ. ഇപ്പം റേപ്പ് സീഡ് ആണെങ്കിൽ, ഇപ്പൊ റേപ്പ് സീഡ് ഹൈഡ്രോജനേറ്റഡ് റേപ്പ് സീഡ് ആണെങ്കിൽ ആദ്യമേ ഹൈഡ്രോജനേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെയാണ് ഇത്. അതായത് സാച്ചുറേഷൻ ഈസ് വെരി ലോ. കനോള ഓയിലിന്റെ സാച്ചുറേഷൻ എന്ന് പറയുന്നത് 6 or 7 മറ്റോ ഉള്ളൂ. പക്ഷെ അതിന്റെ ഓരോ പ്രോസസ്സിലും കാണാം ഈ സാച്ചുറേഷൻ ലെവൽ കൂടി വരുന്നത്. അപ്പൊ അൺസാച്ചുറേഷൻ കുറഞ്ഞു വരും. ഏറ്റവും അവസാനം കംപ്ലീറ്റ് സാച്ചുറേഷൻ ആയി കഴിയുമ്പോഴത്തേക്കും അതിൽ മോണോ അൺസാച്ചുറേറ്റ്സും ഇല്ല, പോളി അൺസാച്ചുറേറ്റ്സും ഇല്ല, ട്രാൻസ് ഫാറ്റി ആസിഡ്സും ഇല്ല, ഒൺലി സാച്ചുറേഷൻ. അപ്പൊ ഇതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60-62 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പൊ പല യൂസുകളുണ്ട്. നോൺ ഫുഡ് ഐറ്റംസ് മാത്രമല്ല, ഫുഡിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇത്. ഇപ്പം നമ്മൾ കഴിക്കുന്ന പല ഭക്ഷണത്തിലും ഇതൊക്കെ കയറി വരുന്നുണ്ട്. അപ്പം ആലോചിച്ചാൽ മതി, 60 മെൽറ്റിംഗ് പോയിന്റ് അല്ലെ 62 മെൽറ്റിംഗ് പോയിന്റ് ഉള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് പല ഇമൾസിഫയേഴ്സ് ആയിട്ടും പല അഡിറ്റീവ്സ് ആയിട്ടും ഒക്കെ എല്ലാ ഫുഡുകളിലും ഉള്ള സാധനങ്ങളാണ്. ഇത് പിന്നെ ഇൻഡസ്ട്രിഫിക്കേഷൻ പറഞ്ഞ പോലെ ഇത് റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതിനെ ഫിസിക്കൽ ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചർ മാറ്റും. അതിന്റെ ഇപ്പം കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഓയിൽ ആണെങ്കിൽ, ഫാറ്റ് ആണെങ്കിൽ ഹാർഡ് ആക്കാം. അല്ലെങ്കിൽ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഓയിലുകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഇൻഡസ്ട്രിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വേറൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫാറ്റ് ആക്കി എടുക്കാം. അപ്പൊ ഇതിന്റെ കാര്യത്തിലും ഒരു കാറ്റലിസ്റ്റ് ആവശ്യമാണ്. ഇപ്പൊ കെമിക്കൽ ഇൻഡസ്ട്രിഫിക്കേഷനിൽ സോഡിയം മെതോക്സൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നത്. എൻസൈമാറ്റിക് ഇൻഡസ്ട്രിഫിക്കേഷൻ ആണെങ്കിൽ ലൈപ്പേസ് എൻസൈം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ വളരെ പുതിയതായിട്ട് വന്ന ടെക്നോളജീസ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വളരെ എന്താ പറയാ, നമുക്കൊരു അവയർനെസ് അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്തിലൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ ടൈപ്പുകളാണ് ഉള്ളതെന്നുള്ളത്. കുക്കിംഗ് ഓയിൽസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. സാധാരണ കുക്കിംഗ് ഓയിലുകൾ പലതരമുണ്ട്. പാമൊലീൻ തൊട്ട് പാം ഓയിൽ തൊട്ട് എന്താ പറയാ, സൺഫ്ലവർ, കനോള, മസ്റ്റേർഡ്, ഗ്രൗണ്ട് നട്ട്, ഇതെല്ലാം. പിന്നെ മാർജറിൻ,
ബട്ടർ ബ്ലെൻഡ്, വെജിറ്റബിൾ ഗീ, ഷോർട്ടനിങ്, സ്പെഷ്യാലിറ്റി ഫാറ്റ്. അപ്പൊ ഇതൊക്കെ ചിലപ്പം ആ ഒരു നമുക്ക് കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതൊന്നും അത്ര കേട്ടിട്ടുണ്ടാവില്ല. ഇതെല്ലാം കൂടുതൽ ഇൻഡസ്ട്രിയൽ യൂസിന് അല്ലെങ്കിൽ ബേക്കറി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഓയിൽസ് തന്നെ എടുക്കുകയാണെങ്കിലും പല തരമുണ്ട്. സാലഡ് ഓയിൽസ് ഉണ്ട്, നമ്മൾ പറഞ്ഞ പോലെ വെർജിൻ ഓയിൽസ്, ചില നട്ട് ഓയിൽസ്, ആൽമണ്ട് ഓയിൽ, ചിയ ഓയിൽ, ഫ്ലാക്സീഡ് ഓയിൽ, ഇവയൊക്കെ കൂടുതലും സാലഡ് ഓയിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്പെഷ്യാലിറ്റി ഓയിൽസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്നത്, അതും കൂടുതലും സപ്ലിമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാലഡിലൊക്കെ യൂസ് ചെയ്യാൻ ഹീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അത് പൊമഗ്രാനൈറ്റ് സീഡ് ഓയിൽ, പിന്നെന്താണ് അവക്കാഡോ ഓയിൽ, ഇതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ഒരു സ്പെഷ്യൽ ഓയിൽസ് ആണ് ഇതൊക്കെ. പിന്നെ ഉള്ളത് സീഡ് നട്ട് ഓയിൽ, നമ്മൾ പറഞ്ഞ പോലെ ഗ്രൗണ്ട് നട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും ഒക്കെ. ബ്ലെൻഡഡ് ഓയിൽസ്, ഇപ്പം നമ്മൾ കുക്കിംഗ് ഓയിലിന് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം വളരെയധികം ഓയിലുകളുണ്ട്. നമുക്ക് തന്നെ കൺഫ്യൂഷനാണ് ഏത് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പൊ ചിലതിന് എക്സ്പെൻസീവ് ആണ്, ചിലത് വളരെ വില കുറഞ്ഞാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ഡിഫറൻസ് വരുന്നതെന്ന്. അപ്പൊ ഈ ബ്ലെൻഡഡ് ഓയിൽ വന്നിട്ട് എപ്പോഴും പല ഓയിലുകൾ ബ്ലെൻഡ് ചെയ്ത് ഉള്ള സാധനങ്ങളാണ്. ചിലപ്പോൾ സൺഫ്ലവർ ഓയിലിന്റെ കൂടെ പടം സൺഫ്ലവർ ഓയിലിന്റെ ആയിരിക്കും, പക്ഷെ സംഭവം അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ 90% പാമുലീൻ ആയിരിക്കും, എന്നിട്ട് ഒരു 10% സൺഫ്ലവർ കാണത്തുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ പല ഓയിലുകൾ തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹെവി ഡ്യൂട്ടി ഫ്രൈയിങ് ഓയിൽ. ഹെവി ഡ്യൂട്ടി ഫ്രൈയിങ് ഓയിൽ വന്നിട്ട് ഇൻഡസ്ട്രീസിലേക്ക് യൂസ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഫുഡ് ചെയിൻസുകൾ, KFC അല്ലെ മാക്ഡൊണാൾഡ്സ്, ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകൾ, അവർക്കൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൈയിങ് നടക്കുന്നതാണ്, നമ്മുടെ വീട്ടിലെ പോലെയല്ല. അപ്പൊ അതിനു വേണ്ടി സ്പെഷ്യൽ ഫ്രൈയിങ് ഓയിൽസ് ഉണ്ട്. അത് ഫാറ്റ്സ്, മാർജറിൻ, ബട്ടർ ബ്ലെൻഡ്, വെജിറ്റബിൾ ഗീ, ഇതെല്ലാം ഇൻഡസ്ട്രീസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. മാർജറിൻ എന്ന് പറയുമ്പോൾ അതിലൊരു 15%, അതൊരു ഇമിറ്റേഷൻ ബട്ടർ ആണ് ആക്ച്വലി. അപ്പം അതിൽ ഫ്ലേവർ ഉണ്ടാവും, കളർ ഉണ്ടാവും, ഒരു ബട്ടറിന് പകരമായിട്ട് യൂസ് ചെയ്യാം, സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബട്ടർ ബ്ലെൻഡ്സ്, അതിൽ കുറച്ച് മിൽക്ക് ഫാറ്റ് ഉണ്ടാവും, നെയ്യ് ഉണ്ടാവും, ചിലതിൽ ഉണ്ടാവില്ല. പിന്നെ വെജിറ്റബിൾ ഗീ 100% വെജിറ്റബിൾ ഫാറ്റ് തന്നെ, പക്ഷെ അതിൽ കുറച്ച് ഫ്ലേവറും കളറും കൂടി ഇട്ട് കഴിയുമ്പോൾ വെജിറ്റബിൾ ഗീ ആവും. അതിന്റെ ടെക്സ്ചറും കണ്ടാൽ നമ്മുടെ നെയ്യ് പോലെയൊക്കെ ഇരിക്കും. ഇതൊക്കെ ഇൻഡസ്ട്രിയൽ യൂസ് ആണ് കൂടുതലും, പക്ഷെ കൺസ്യൂമർ പാക്കിലും വരുന്നുണ്ട് ചെറിയ വെജിറ്റബിൾ ഗീസ് ഒക്കെ. ഷോർട്ടനിങ് പ്രധാനമായിട്ടും ബേക്കറിയിലേക്കാണ് പോകുന്നത്. ബേക്കറി ഇൻഡസ്ട്രി യൂസ് ചെയ്യാനായിട്ട് ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, കുക്കീസ്, ഇതൊക്കെ. പിന്നെ ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യാലിറ്റി ഫാറ്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നിട്ട് അത് ഡയറിയിലേക്ക് പോകുന്ന, അതായത് ഡയറി ഏത് പ്രോഡക്റ്റ് എടുത്താലും ഇപ്പൊ വെജിറ്റബിൾ ഫാറ്റ് ഇല്ലാതെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഈ മിൽക്ക് ഫാറ്റിന് ഭയങ്കര വിലയായ കാരണം എല്ലാം വെജിറ്റബിൾ ഫാറ്റ് വെച്ച് റീപ്ലേസ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പം ചീസ് ആയാലും പാലായാലും പാൽപ്പൊടി ആയാലും എല്ലാം അതിൽ വെജിറ്റബിൾ ഫാറ്റ് വരുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ്, ചോക്ലേറ്റ് സ്പ്രെഡുകൾ, ഇതെല്ലാം തന്നെ ചോക്ലേറ്റിൽ കൊക്കോ ബട്ടർ, റിയൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന കൊക്കോ ബട്ടർ, പക്ഷെ ഒത്തിരിയും എന്താ പറയുന്നത് വെജിറ്റബിൾ ഓയിൽ, വേറെ വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ടുള്ള ചോക്ലേറ്റുകളും വരാറുണ്ട്. ഫ്രൈയിങ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഫ്രൈ ചെയ്യാത്തത്? കാരണം വെള്ളത്തിന്റെ ഒരു ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പം ഓയിലിന്റെ ബോയിലിംഗ് പോയിന്റ് വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു 100 ഡിഗ്രി എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈയിങ് ടെമ്പറേച്ചർ, ആ ഒരു ബോയിലിംഗ് ടെമ്പറേച്ചർ, വാട്ടറിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ എത്തുമ്പോഴത്തേക്കും ഈ ഫുഡിന്റെ അകത്തുള്ള ആ ഒരു മോയ്സ്ചർ എല്ലാം റിലീസ് ചെയ്ത്, സ്റ്റീമായിട്ട് റിലീസ് ചെയ്ത് അങ്ങ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ ഇത് അതേസമയം ആ സ്ഥാനത്തേക്ക് ഈ ഓയിൽ കയറുമ്പോൾ ഇത് അതിന്റെ ടെക്സ്ചർ നന്നാവുന്നു, കുറെ കൂടി പാലറ്റബിലിറ്റി, കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുന്നു, അങ്ങനെ കുറച്ച് ഗുണങ്ങൾ. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നു, കുറച്ച് ആ ഒരു ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. ശരിക്കും ഈ ഫ്രൈയിങ് എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറയുന്നത്. ബിഫോർ ക്രൈസ്റ്റ് എറൈക്കൊക്കെ മുമ്പേ തന്നെ ഈ ഫലാഫലാണ് ആദ്യമായിട്ട് ഇവർ ഫ്രൈ ചെയ്ത സാധനം എന്നാണ് പല ഹിസ്റ്റോറിയൻസും പറയുന്നത്. പിന്നെ ഈ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഷാലോ ഫ്രൈയിങ്, ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്; ഡീപ് ഫ്രൈയിങ്, സബ്മേർജ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്; പാർ ഫ്രൈയിങ്, അതായത് ഈ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വരുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം.
അത് പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തിങ്ങി എടുക്കും. അപ്പൊ അതിൻ്റെ അകത്തെ കുറച്ച് മോയ്സ്ചർ അങ്ങ് പോയിട്ട് അതിന്റെ ആ ഒരു ഷെൽഫ് ലൈഫ് കൂടാനും അതിന്റെ ആ ഒരു നല്ല ഒരു ക്രിസ്പിനെസ്സും ടെക്സ്ചറും കിട്ടാൻ വേണ്ടിയിട്ട് അതങ്ങനെ ചെയ്യുന്നത്. സാധാരണ എന്താ ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡില് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ മോയ്സ്ചർ പോകുന്നു, അതിന്റെ കളർ മാറുന്നു, അതിന്റെ ഫ്ലേവറും ടെക്സ്ചറും എല്ലാം മാറുന്നു. അതേസമയം ഓയിലിൽ സംഭവിക്കുന്നത് ആ ഓയില് വറക്കും തോറും തുടക്കുമ്പോൾ വളരെ ബ്ലാൻഡ് ആയിരിക്കും, പക്ഷെ വറക്കും തോറും അതിന്റെ കളർ മാറുന്നു, ടെക്സ്ചർ മാറുന്നു, അതിന്റെ ടേസ്റ്റ്, ആ വറുത്ത ഫുഡിന്റെ ടെക്സ്ചർ ടേസ്റ്റും സ്മെല്ലും ഓയിലിലേക്ക് വരുന്നു. അപ്പം പിന്നെ അതങ്ങോട്ട് ഡാർക്ക് ആവുന്നു, കൂടുതൽ കൂടുതൽ വറക്കും തോറും ഡാർക്ക് ആവുന്നു, ഭയങ്കര വിസ്കസ് ആവുന്നു, പല കെമിക്കൽ റിയാക്ഷൻസും നടക്കുന്നു. അപ്പൊ ഇതിലെ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 3 തരമാണ് നടക്കുന്നത്. ഒന്ന് ഓക്സിഡേഷൻ, ഒന്ന് ഹൈഡ്രോളിസിസ്, ഒന്ന് ഇത് എന്താ പറയാ ഹൈഡ്രോളിസിസും ഹൈഡ്രോളിസിസ് നടക്കുന്ന ഇതിനകത്തെ മോയ്സ്ചർ ഇതിലേക്ക് വരുന്നു. അതായത് നമ്മുടെ ഫുഡിലുള്ള മോയ്സ്ചർ ഇതിലേക്ക് വന്ന് ഓയിലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു ഹൈഡ്രോളിസിസ് നടക്കുകയാണ്, ആ മോയ്സ്ചർ വന്നിട്ട്. ഓക്സിഡേഷൻ ആണെങ്കിൽ ഈ പുറത്തു നിന്നുള്ള ഓക്സിജൻ, നമ്മളിത് ഓപ്പൺ ആയിട്ടായിരിക്കുമല്ലോ എപ്പോഴും വറക്കുന്നത്. പല ഇൻഡസ്ട്രീസിലാണ് പോയി കഴിഞ്ഞാൽ വാക്വം ഫ്രയേഴ്സ് ഉണ്ട്. സാധാരണഗതിയിൽ ഇത് ഓക്സിജൻ തുറന്ന് വെച്ച് വറക്കുമ്പോഴത്തേക്കും ഓക്സിജനെ ഇതിലേക്ക് എൻട്രാപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് പോളിമറൈസേഷൻ. അതായത് ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ വറക്കുമ്പോൾ അതിൽ നടക്കുന്ന ചില കീറ്റോൺസ്, ആൽഡിഹൈഡ്സ്, ഇങ്ങനെ ചില നമുക്ക് ആവശ്യമില്ലാത്ത കുറെ വസ്തുക്കളെല്ലാം ഉണ്ടാവുന്നു. സിസ് ഐസോമറൈസേഷൻ ഉണ്ടാവുന്നു, ട്രാൻസ് ഫാറ്റി ആസിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറയുന്നു, സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്ത ഓയിൽ വീണ്ടും യൂസ് ചെയ്യരുതെന്ന് പറയുന്നത്. അതിലെ നമുക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും അതിൽ വറക്കും തോറും ഉണ്ട്. പിന്നെ ഇത് എത്ര വരെ നമുക്ക് വറക്കാം എന്നുള്ളതാണ്. അപ്പൊ അത് പക്ഷെ നമുക്ക് വീട്ടിലൊക്കെ വറക്കുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടുപിടിക്കാം, നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള ഒരു മെക്കാനിസം ഒന്നും ഇല്ല. പക്ഷെ ഈ ക്വിക്ക് സർവീസ് ഫുഡ് ചെയിൻസും ഹോട്ടൽസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അവർക്ക് അതിനുള്ള ഒരു മെത്തേഡ് ഉണ്ടായി. കുറെ നാൾ മുമ്പ് വരെ കളർ വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത്ര കളർ കൂടുമ്പോഴത്തേക്ക് അവരത് മാറ്റും, അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാനായിട്ട്, അതായത് ടോട്ടൽ പോളാർ കോമ്പൗണ്ട്സിനെ ചെക്ക് ചെയ്യാനായിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. അവരത് വെച്ചിട്ട് ഒരു 25% അല്ലെ 26% വരുമ്പോഴേക്കും അത് മാറ്റുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ 25-26% എന്ന് പറഞ്ഞാൽ എണ്ണ കണ്ടു കഴിഞ്ഞാൽ കറുത്ത് ടാറ് പോലെ ഇരിക്കും. അന്നേരപ്പോഴാണ് ഈ 25% ഒക്കെ വരുന്നത്. എന്നാലേ അവർ മാറ്റത്തുള്ളൂ. അതുവരെ അവരിങ്ങനെ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വറക്കുമ്പോൾ ഇത് കുറയും, എണ്ണയുടെ ലെവൽ കുറയും, പിറ്റേ ദിവസം വീണ്ടും കുറച്ചുകൂടെ ഒഴിക്കും. അങ്ങനെ നോക്കി അവസാനം ഈ ടോട്ടൽ പോളാർ ലെവൽ ഒരു 25, 26, ഈവൻ 27 വരെ പോവാം. ആസ് പെർ റെഗുലേഷൻ ദേ ക്യാൻ ഗോ അപ് ടു ദെയർ. 27 ആയി കഴിയുമ്പോൾ അവർ മാറ്റും. പിന്നെ ഇത് ചില ഓയിൽ കണ്ടന്റ് ആണ്, നമുക്ക് ജസ്റ്റ് ഫോർ എ റെഫറൻസ് ആക്ച്വലി. പിന്നെ ഉള്ളത് സ്മോക്ക് പോയിന്റ്സ്. സ്മോക്ക് പോയിന്റ്സ് ഇത് നമ്മുടെ ഫ്രൈ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം. ചില ഓയിലുകൾക്ക് നല്ല ഹൈ റെസിസ്റ്റന്റ് ഉണ്ടാവും, ഹീറ്റ് റെസിസ്റ്റന്റ്. അപ്പൊ അതായിരിക്കും ഈ വറക്കാനും ഒക്കെ നല്ലത്. ഇപ്പൊ നമ്മളിപ്പം ഇതിൽ കാണിക്കുന്നുണ്ട് അവോക്കാഡോ ഓയിൽ ഭയങ്കര ഹൈ സ്മോക്ക് പോയിന്റ് ഉണ്ട് അതിന്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അത് വറക്കാനൊന്നും എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അതിലെ നല്ല ഗുണങ്ങൾ മുഴുവനും ഹീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അങ്ങ് പോവും. പക്ഷെ അതേസമയം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ സാധാരണ വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് സാധാരണ ബ്ലെൻഡഡ് ഓയിൽസ്, പല ഓയിലുകൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഓയിലുകൾ, പിന്നെ ഈ ഹൈയോലിക് സൺഫ്ലവർ ഓയിൽ, കനോള ആക്ച്വലി അത്ര നല്ലതല്ല ഡീപ്പ് ഫ്രൈങ്ങിനൊന്നും, ഷാലോ ഫ്രൈങ്ങിന് നല്ലതാണ്. പിന്നെ കോക്കനട്ട് ഓയിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നു കോക്കനട്ട് ഓയിൽ. പക്ഷെ കോക്കനട്ട് ഓയിലിന്റെ സ്മോക്ക് ഓയിലും പോയിന്റ് മറ്റുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. പിന്നെ ഉള്ളത് അവസാനത്തെ ഒരു പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഡൽട്രേഷൻ ആക്ച്വലി ഈ ഒത്തിരി ഹോക്സുകൾ വരുന്നുണ്ടല്ലോ, ഈ എന്താ പറയുന്നത്, അത് പല സാധനങ്ങൾ ഓയിലിൽ ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളത്. പക്ഷെ അത് എത്രത്തോളം വിശ്വസനീയമാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഓയിലില് അഡൽട്രേഷൻ കൂടുതലും നടക്കുന്നത് ഒരു എക്സ്പെൻസീവ് ഓയിലിന്റെ അകത്ത് ചീപ്പായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യുക. അതാണ് ഈ പ്രധാനമായിട്ടും ഈ അഡൽട്രേഷൻ വരുന്നത്. ഇപ്പം നാട്ടിലാണെങ്കിൽ പോലും കുറെ നാളുകൾക്ക് മുമ്പ് പറഞ്ഞ് ഇത്രയോ ബ്രാൻഡ് കോക്കനട്ട് ഓയിൽ ബാൻ ചെയ്തു, അത് അഡൽട്രേഷൻ കണ്ടുപിടിച്ചു. പക്ഷെ ആ അഡൽട്രേഷൻ എന്ന് പറയുന്നത് അതില് എല്ലാ ബ്രാൻഡുകളിലെയും അഡൽട്രേഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ട് ഓയിലിന്റെ കൂടെ പാം കേണൽ ഓയിലും കൂടി ആഡ് ചെയ്തു എന്നുള്ളതാണ്.
അതാണ് അതിന്റെ അഡൾട്രേഷൻ വരുന്നത്. അത് നമുക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന്റെ ഒരു റെഗുലേഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിന്റെ പല പാരാമീറ്റേഴ്സും ഔട്ട് ഓഫ് സ്പെസിഫിക്കേഷൻ ആണ്. അതുകൊണ്ടാണ് അത് അഡൾട്രേഷൻ ആവുന്നത്. അല്ലാതെ ഇപ്പം മിനറൽ ഓയിൽസ്, പാരഫിൻ ഓയിൽസ് അതൊക്കെ വളരെ വളരെ കുറവാണ്. കാരണം അതിന്റെ വില വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മിനറൽ ഓയിൽസ് ഒക്കെ കൂടുതലും ഹെയർ ഓയിലിന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്കിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, സ്കിന്നിന്, ഹെയറിന്, അതിന് ആ ഒരു തിളക്കവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ പിന്നുള്ളത് ഇപ്പം ബട്ടറിൽ വേറെ യൂസ് ചെയ്യുക, മിൽക്ക്, ആനിമൽ ഫാറ്റ്, മിൽക്ക് ഫാറ്റില്, നെയ്യില് വെജിറ്റബിൾ ഫാറ്റ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് കൂടുതലും സാധാരണയായി കണ്ടുവരുന്ന അഡൾട്രേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് റീസൈക്കിൾ ചെയ്ത ഫ്രൈയിങ് ഓയിൽസ്, ഒന്നുകൂടെ ഒന്ന് റിഫൈൻ ചെയ്തോ ഫിൽട്ടർ ചെയ്തോ എടുത്ത ഫ്രൈയിങ് ഓയിൽസ് വീണ്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് പോയിന്റ് നമ്മൾ വരുന്നത് കണ്ടാമിനൻസിലേക്കാണ്. കണ്ടാമിനൻസ് പ്രധാനമായിട്ടും ഉള്ളത് ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽസ് സാധാരണ വരുന്നത് ആ ഒരു എൻവയോൺമെന്റൽ പൊല്യൂഷൻ കാരണമാണ് ഈ ഹെവി മെറ്റൽസും ഡയോക്സിൻസ് ഒക്കെ വരുന്നത്. ഡയോക്സിൻസും പെസ്റ്റിസൈഡ്സ് ഇതൊക്കെ സോയിലിൽ നിന്ന് വരുന്നതാണ്. ഹെവി മെറ്റൽസ് സാധാരണയായിട്ട് അയണ്, നിക്കല്, കാഡ്മിയം, ലെഡ് ഇതൊക്കെ കണ്ടുവരാറുണ്ട്. പിന്നെ മൈക്രോടോക്സിൻസ് വന്നിട്ട് ഈ ഫ്രൂട്ടിൽ നിന്നോ സീഡിൽ നിന്നോ ഉണ്ടാകുന്ന ആ ഒരു കണ്ടാമിനേഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് മൈക്രോടോക്സിൻസ്. അത് പൂപ്പൽ പിടിക്കുവോ, ഇപ്പം നമുക്കറിയാം കൊപ്രയൊക്കെ ആണെങ്കിലും മഴയുള്ള സമയത്താണെങ്കിൽ അതിൽ പൂപ്പലൊക്കെ ഉണ്ടാവും. ഇപ്പൊ മൈക്രോടോക്സിൻസ് ഒക്കെ ഉണ്ടാവും അതിൽ. പിന്നെ ട്രേസസ് ഓഫ് സോൾവെന്റ്സ്, സോൾവെന്റ് എക്സ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സീഡ് ഓയിലുകളിൽ ആക്ച്വലി അതിൽ വരാൻ പാടില്ല. അതിന്റെ ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഡിസ്ലേറ്റ് ചെയ്ത് ആ സോൾവെന്റ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ചില കേസസിൽ ബെൻസോപൈറിനോ അങ്ങനെ പോലെയുള്ള ചില ഇത് കണ്ടുവരാറുണ്ട്. പിന്നുള്ളത് PAH ആണ്, പോളി ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ്. പോളി ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പ്രധാനമായിട്ടും വരുന്നത് ഈ പറഞ്ഞ പോലെ സൺഫ്ലവറിലൊക്കെ വരുന്നത് ഈ ഒരു പൊല്യൂഷൻ കൊണ്ടുവരാം, സോയിലിൽ നിന്ന് വരാം. പിന്നുള്ളത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ ചില ഓയിലുകളിൽ വരുന്നത് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എടുക്കുന്ന ഓയിലുകളിൽ വരാറുണ്ട് PAH. പ്രധാനമായിട്ടും ഈ സ്മോക്ക് ചെയ്ത് എന്താ പറയുന്നത്, പുക കൊടുത്ത് ഡ്രൈ ചെയ്ത് എടുക്കുന്നതിനൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. PAH കൂടുതലും മീറ്റ് പ്രോഡക്ട്സിൽ, ഈ ഗ്രിൽഡ് സാധനങ്ങളിൽ അതിലൊക്കെയാണ് കാണാറുള്ളത്. പിന്നെ ഈ മോഷ്മോ ഇതൊക്കെ എല്ലാം ന്യൂ ജനറേഷൻ കണ്ടാമിനൻസ് ആണ്. ആക്ച്വലി ഈ ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ ഈ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടും ആപ്ലിക്കബിൾ ആയിട്ടും. അപ്പൊ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറയേണ്ട 2 കണ്ടാമിനൻസ് ആണ് 3-MCPD-G, മോണോക്ലോറോ പ്രൊപ്പനോഡിയോൾ, അതും ഗ്ലിസഡൈൽ എസ്റ്ററും. ഇത് രണ്ടും എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പൊട്ടൻഷ്യൽ കാർസിനോജൻ ആണ് ഈ 3-MCPD എന്ന് പറയുന്നത്. അതുപോലെ ഗ്ലിസിഡൈൽ എസ്റ്റർ എന്ന് പറയുന്നത് ഒരു ജീനോടോക്സിക് കാർസിനോജൻ ആണ്. അപ്പം ഇപ്പൊ ഇതൊരു കുറച്ച് നാളെ ആയിട്ടുള്ളൂ ഇത് ഓയിലുണ്ട്, ഓയില് ഇത് മിറ്റിഗേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു സംസാരങ്ങൾ വന്നിട്ട്. അപ്പം ഈ പല ഗവൺമെന്റ് ഏജൻസീസും, ഇത് ഈ EFSA, BFR എന്നൊക്കെ പറയുന്ന യൂറോപ്യൻ, ജർമ്മൻ ഏജൻസീസ് ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്ര പാടുള്ളൂ എന്നുള്ളത്. അപ്പം 3-MCPD-ക്ക് ഒരു ലെവൽ പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ, ഇത്രേ പാടുള്ളൂ, ഇതൊരു കാർസിനോജൻ ആണ്. പക്ഷെ Gക്ക് ഒരു ലെവല് നിശ്ചയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു പൊട്ടൻഷ്യൽ കാർസിനോജൻ ആയതുകൊണ്ട് തന്നെ അത് മാക്സിമം ഏറ്റവും കുറച്ച് ചെയ്യുക എന്നുള്ളതാണ് അത് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പാം ഓയിലാണ്. പാം ഓയിലിൽ വരുന്ന കാരണം ഈ പാം ഓയിൽ മറ്റുള്ള ഓയിലുകളിലും ഉണ്ട്, പക്ഷെ പാം ഓയിലാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ പ്രോസസ്സ് ക്ലോറിനുമായിട്ട് ഇത് കണക്ഷൻ വരുമ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്ത്, ഇത് പ്രോസസ്സിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ക്രൂഡ് ഓയിലിൽ ഒരിക്കലും ഇതില്ല. അപ്പം ഇതിന്റെ പല മിറ്റിഗേഷൻസും നടക്കുന്നുണ്ട്. വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ഇത് ഓൾറെഡി അവരുടെ സ്പെസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇൻഫന്റ് ഫോർമുലാസിലും കുട്ടികൾക്കുള്ള ഫുഡിലും ബിസ്ക്കറ്റ്സിലും അതൊക്കെ ഇത്ര ലെവലിൽ കൂടുതൽ പാടില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. പക്ഷെ പാം ഓയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. ഇത് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്ന ഫെറാറോയാണ്. ഫെറാറോ റോഷർ ചോക്ലേറ്റില്ലേ, ആ കമ്പനിയുടെ ഫെറാറോയുടെ ആണല്ലോ നമ്മുടെ ചോക്ലേറ്റ് സ്പ്രെഡ്, എന്താ അതിന്റെ പേര്, അതിലാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ആദ്യമേ ഉണ്ടായത്.
പിന്നുള്ള പോളി ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് ആ ഒരു തീ കത്തുന്ന ആ പുകയിൽ നിന്നും ആ ഒരു ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണ് ആക്ച്വലി പൈറോളിസിസ്. അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന സംഗതിയാണത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഡീഷണൽ റെഫറൻസസ് ഒക്കെ വേണമെങ്കിൽ ഇവരെയൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്തത്. സോൾവെന്റ് എക്സ്ട്രാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ കാർബൺ ഡൈ ഓക്സൈഡ് അപ്പൊ എങ്ങനെയാ നമ്മള് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യില്ലല്ലോ, അപ്പൊ എങ്ങനെയാ അത് സോൾവെന്റ്? ഇല്ല, അത് ഡിസോൾവ് ചെയ്തല്ല ആക്ച്വലി. അത് അല്ല, ഡിസോൾവ് ചെയ്യല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അത് നമ്മള് ലിക്വിഡ് സ്റ്റേജിലാവും. കാർബൺ ഡൈ ഓക്സൈഡ് ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. ഓക്കെ. പിന്നെ അത് വന്നിട്ട് അത് ലിക്വിഡ് സ്റ്റേജിലേക്ക് മാറ്റുകയാണ്. അതൊരു ഒരു ഹൈ പ്രഷറും ഒരു ഡിസൈർഡ് ടെമ്പറേച്ചർ 32 മറ്റോ ആണ്, 32 ഡിഗ്രിയിലോ മറ്റോ ആക്കി കഴിയുമ്പോഴത്തേക്ക് അത് ലിക്വിഡ് ആയി കഴിയുമ്പോൾ അതിൽ കുറെ കോളംസ് ആണ്. ഞാനത് അതിൻ്റെ അകത്ത് ഒരു ചെറിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കോളംസ് ആണ് അതില്. ആ കോളംസ് വഴി പോകുമ്പോഴത്തേക്കും അത് ആ ഹൈ പ്രഷർ 1100 PSI ആണ് പ്രഷർ. ഫാറ്റ് എപ്പോഴും അതിൽ ഡിസോൾവ് ചെയ്യില്ല അല്ലെ? ഇല്ല, ഡിസോൾവ് ചെയ്യുന്നില്ല. പക്ഷെ അതിനെ ആ ഒരു പ്രഷർ കാരണം അത് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ആ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത സാധനം വെച്ചിട്ട് ആണ് ഈ സീഡ് നമ്മൾ ഗ്രൈൻഡ് ചെയ്യും അതിന്റെ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട്. ആ ഗ്രൈൻഡ് ചെയ്തതിനെ ഈ ഹൈ പ്രഷറിൽ ഈ കോളത്തിൽ കൂടി കയറ്റി വിടുമ്പോൾ സെപ്പറേഷൻ നടക്കുകയാണ്. ഹലോ, എന്റെ പേര് അരുൺ. ഈ ഷെൽഫ് ലൈഫ് ഉണ്ടല്ലോ ഓയിലിന്റെ, അത് സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്ത് മെത്തേഡ് വഴിയാണ്? അത് ഷെൽഫ് ലൈഫ് വന്നിട്ട് ഓരോ ഓയിലിനും ഓരോ തരത്തിലായിരിക്കും. ആക്ച്വലി ഷെൽഫ് ലൈഫ് എങ്ങനെയാ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ ഓക്സിഡേഷൻ വെച്ചിട്ടാണ്. അതായത് ഇതില് നമ്മള് എന്താ മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ, കാറുകന്നോ കനയ്ക്കുകന്നോ പറയത്തില്ല. അപ്പൊ അത് വരുമ്പോ നമുക്കറിയാം ഇത് ചീത്തയായിരുന്നു, യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന്റെ ടേസ്റ്റ് മാറും. അപ്പം അത് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ആ ഒരു ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് കൂടുതലായിട്ടും ആ ഒരു ടേസ്റ്റ് വരുന്നത്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഹൈ ടെമ്പറേച്ചർ വരുമ്പോഴത്തേക്ക് നമ്മളിത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്തിന് ഭയങ്കര ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ പെട്ടെന്ന് നടക്കും ഇതിന്റെ ആ ഒരു ഓക്സിഡേഷൻ പെട്ടെന്ന് സംഭവിക്കും. 2, തുറന്നു വെച്ചാൽ, അതായത് ഓക്സിജൻ കയറി ഇറങ്ങുകയാണെങ്കിൽ അത് പെട്ടെന്ന് നടക്കും. പിന്നെ വന്നിട്ട് മോയ്സ്ചർ ഉണ്ടെങ്കിൽ, ഇതിലെന്തെങ്കിലും നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ എണ്ണ ആട്ടിയിട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത്ര 100% അതിലെ മോയ്സ്ചർ പോകത്തില്ല, അതിൽ കുറച്ചുണ്ടാവും. അപ്പം അങ്ങനെ മോയ്സ്ചർ അതിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഇത് ചീത്തയാവുന്ന സാധനം. അതിൽ ഹൈഡ്രോളിസിസ് നടക്കും. പക്ഷെ അത് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇപ്പം നമുക്ക് ഇപ്പൊ ഇൻഡസ്ട്രീസിലാണെങ്കിൽ അതിനുള്ള ഒരു പ്രൊഡക്റ്റിന് ലേബലിംഗ് ഉണ്ടല്ലോ, 1 year 2 year അങ്ങനെ ലേബലിംഗ് കൊടുക്കാറുണ്ട്. ആ ലേബലിംഗ് നിങ്ങൾ ഏത് ബേസിസ് ചെയ്താണ് നിങ്ങൾ ആ ലേബലിംഗ് കൊടുക്കാറുള്ളത് സാധാരണഗതിയിൽ? ലേബലിംഗ് വരുമ്പോഴത്തേക്കും അതിന് ഒന്നാമതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുമ്പ് അതിന് ഒരു ഷെൽഫ് ലൈഫ് സ്റ്റഡീസ് ഉണ്ടാവും. ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും, അതിപ്പോ ഓയിൽ എന്നല്ല, എന്ത് ഫുഡ് ഇൻഡസ്ട്രിയിൽ പോയാലും ഒരു പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഷെൽഫ് ലൈഫ് സ്റ്റഡീസ് കംപ്ലീറ്റ് നടത്തിയിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ ഇതിനെ ഈ ഒരു ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി ഓക്സിഡൻസ് ആഡ് ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിഫൈനിങ് പ്രോസസ്സ് ഹൈ ടെമ്പറേച്ചറിൽ എല്ലാം നടത്തി ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള നാച്ചുറൽ ആന്റി ഓക്സിഡൻസ് മുഴുവൻ പോയി വെറും ചവറാണ് ഈ അവസാനം വരുന്നത്. അപ്പം ടോക്കോഫിറോൾസ്, ടോക്കോറ്റനോൾസ്, ഫൈറ്റോഫിനോൾസ് എല്ലാം പോകും, ഒന്നുമില്ല അവസാനം വരുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ വൈറ്റമിൻ ഇ, ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഇ ആഡ് ചെയ്ത് കൊടുക്കും. അല്ല സിന്തറ്റിക് ആണെങ്കിൽ TBHQ, ഈ ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോ, അങ്ങനെ BHA, BHT, അസ്കോബിക് ആസിഡ്, അസ്കോബിപാമിറ്റേറ്റ്, സോറി നോട്ട് ആസിഡ്, അങ്ങനെ കുറെ ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പൊ അതിന് ഇത്ര ഡോസേജ് എന്ന് റെഗുലൈസ് ചെയ്തിട്ടുമുണ്ട്. ഓരോ റെഗുലേഷൻ വഴിയായിട്ട് ഇത്ര 200 ppm അല്ലെങ്കിൽ 500 ppm ഈ ഫുഡ് മാക്സിമത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ആഡ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഷെൽഫ് ലൈഫ്. ഓക്കെ, ഞാൻ 2 കാര്യം കൂടെ. ഒന്ന്, നമ്മൾ ലേബൽ ചെയ്യാറുണ്ടല്ലോ പ്രൊഡക്റ്റ് ലേബലിംഗ് ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ പോളി അൺസാച്ചുറേറ്റഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഒക്കെ ലേബൽ ചെയ്യാറുണ്ട്, കാർബോഹൈഡ്രേറ്റ് എല്ലാം ലേബൽ ചെയ്യാറുണ്ട്. ആ ലേബലിംഗ് തിയററ്റിക്കൽ കാൽക്കുലേഷന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ടെസ്റ്റിംഗിന്റെ ബേസിസിലാണോ ചെയ്യാറുള്ളത് നോർമലി? അത് മിക്കവാറും തന്നെ ഓരോ ഓയിലും എടുക്കുവാണെങ്കിൽ അതിനൊരു ബേസിക് ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇത്ര സാച്ചുറേറ്റ്സ്, ഇത്ര മോണോ, ഇത്ര പോളി. അപ്പം അത് ഒരിക്കലും
+or -2 കൂടുതൽ പോകത്തില്ല ഏതെടുത്താലും. അപ്പൊ അത് നമുക്കറിയാം എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ മിക്കവാറും കൂടുതലും തിയറട്ടിക്കൽ കാൽക്കുലേഷൻ തന്നെയാണ്, അല്ലാതെ ഓരോ ബാച്ചും അനലൈസ് ചെയ്ത് ചെക്ക് ചെയ്തായിരിക്കത്തില്ല ഒരിക്കലും പോകുന്നത്. ഹൈഡ്രോജനേഷൻ പ്രോസസ് പറഞ്ഞല്ലോ, അതിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ സാച്ചുറേറ്റഡ് ആക്കാറുണ്ട് അല്ലെ? അപ്പം സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് കുറച്ചുകൂടെ ഹാംഫുൾ. എന്റെ ഇപ്പൊ ഇന്ന് കേട്ട ക്ലാസ്സിന്റെ ബേസ് ഞാൻ പറയാണ്, കുറച്ചുകൂടെ ഹാംഫുൾ ആയിട്ടുള്ളത്. എന്നിട്ട് എന്തിനാണ് നമ്മൾ ഹൈഡ്രോജനേഷൻ നടത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ സാച്ചുറേറ്റഡ് ആക്കി മാറ്റുന്നത്? അപ്പൊ അങ്ങനെ നല്ല സാധനങ്ങൾ മാത്രം തരാനായിട്ടല്ലല്ലോ ഇൻഡസ്ട്രി ഇരിക്കുന്നത്, അതല്ല ഈ കുഴപ്പം. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കും. അതായത് ഇപ്പം അൺസാച്ചുറേറ്റഡ് കൂടുതലുള്ള ഇപ്പൊ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ കനോള എടുക്കുക. അതിൽ ആവശ്യത്തിന് അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, omega-6 ഉണ്ട്, omega-3 ഉണ്ട്. ആ കനോളനെ എടുത്ത് ഇവർ ഹൈഡ്രോജനേറ്റ് ചെയ്യും. കാരണം ഇപ്പം പ്ലെന്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ചിലപ്പം ഒരു രാജ്യത്ത് കനോള ആയിരിക്കും. ഇപ്പൊ കാനഡയിൽ കനോള ആയിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. അപ്പൊ അവർക്ക് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന ഒരു ഓയിൽ അതാണ്. പക്ഷെ ഈ കനോള വെച്ചിട്ട് അവർക്ക് മാർജറിൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർജറിൻ ഉണ്ടാകണമെങ്കിൽ ഫാറ്റ് വേണം, ഹാർഡായിട്ടുള്ള ഒരു ഫാറ്റ് വേണം. അപ്പൊ അതിനെ ഫാറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് വേറെ ഇപ്പൊ പാം ഓയിൽ മലേഷ്യയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഈസിയും ചീപ്പുമായിട്ടുള്ളത് ഇതിനെ ഹൈഡ്രോജനേറ്റ് ചെയ്ത് ഹാർഡ് ആക്കുക എന്നുള്ളതാണ്. അപ്പം ആസ് ലോങ് ആസ് ദ റെഗുലേഷൻ ഈസ് ഓക്കെ, വാങ്ങിക്കുന്ന ആൾക്കാർ ഓക്കെ ആണെങ്കിൽ they will do it. Is the worldwide production of sunflower seeds matching with the current supply of sunflower oil? ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ അത്. The doubt is due to which mineral oil addition in vast quantity is assumed? ഇല്ല, അതൊരു വലിയ ഹോക്സ് അത് ആക്ച്വലി. അത് ഒത്തിരി കറങ്ങി വാട്സപ്പ് യൂണിവേഴ്സിറ്റി വഴികളൊക്കെ ഒത്തിരി കറങ്ങി നടന്നിരുന്ന ഒരു സംഭവമാണ്. ഇത്ര 1 കിലോ സൺഫ്ലവർ സീഡിന് ഇത്ര രൂപ വരും, 1 കിലോ സൺഫ്ലവർ ഓയിലിന് ഇത്രയേ ഉള്ളൂ, അപ്പൊ അതെങ്ങനെയാ മാച്ച് ആവുന്നതെന്ന്. അതൊരിക്കലും ഇല്ല. കാരണം 1 കിലോ സൺഫ്ലവർ സീഡിൽ നിന്ന് ഓൾമോസ്റ്റ് 700 ഗ്രാമോളം സൺഫ്ലവർ ഓയിൽ കിട്ടും. 600 to 700 മില്ലി ഓഫ് ഗ്രാം അല്ല, മില്ലി ഓഫ് സൺഫ്ലവർ ഓയിൽ കിട്ടും. പിന്നെ ഇതിന്റെ പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന ചെറിയ ഈ കടയിൽ കിട്ടുന്ന സൺഫ്ലവർ സീഡ് അല്ല ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. വലിയതാണ്, വലിയ സൺഫ്ലവർ സീഡ്. ഇത് എന്താ പറയുന്ന വലിയ പ്ലാന്റേഷനിൽ ഇതിനു വേണ്ടി മാത്രം കൾട്ടിവേറ്റ് ചെയ്തുണ്ടാക്കുന്ന സൺഫ്ലവർ സീഡ്സ് ആണ്. അതിന്റെ ബാലൻസ് വരുന്ന ആ ഒരു കേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ വരുന്ന ആ ഒരു സാധനം എന്ന് പറഞ്ഞാൽ അത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫൈബർ ആണ്. അത് വീണ്ടും ഏകദേശം ഈ വിലയ്ക്ക് തന്നെ അവർ ആനിമൽ ഫീഡിനായിട്ട് കൊടുക്കുകയാണ്. അതൊരിക്കലും വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മിനറൽ ഓയിൽ വന്നൊരു സംഗതി വരുന്നേ ഇല്ല. അങ്ങനെ ഞാൻ എന്റെ ഇത്രയും ഒരു 15 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നു. എല്ലാ ദിവസവും സൺഫ്ലവർ ഓയിൽ നമ്മുടെ കൈ കൂടെ പോകുന്നതാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു മിനറൽ ഓയിലും ആഡ് ചെയ്തിട്ടുള്ള ഒരു സൺഫ്ലവർ. അതുപോലെ തന്നെ മിനറൽ ഓയിൽ, എനിക്ക് തോന്നുന്നു മിനറൽ ഓയിൽ അത്ര ചീപ്പാണ്. അതുപോലെ തന്നെ സാധനം എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ വില, പക്ഷെ അത്ര ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സാധനമാണോ ഈ മിനറൽ ഓയിൽ എന്ന് പറയുന്നത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, അടുത്ത ചോദ്യം. കമ്പയറിംഗ് pressed coconut oil and virgin coconut oil, how the process of making gives different property quality? അത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതായത് സാധാരണ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ കൊപ്രായിൽ നിന്ന് ഉണ്ടാക്കണം. നമ്മള് തേങ്ങ ഉടച്ച് അതിന്റെ ആ ഒരു കേർണൽ എടുത്ത് ഡ്രൈ ചെയ്ത്, ഒന്നുകിൽ സണ്ണില് ഡ്രൈ ചെയ്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മോക്കില് ഈ എന്താ പറയുന്ന തീയില് വെച്ച് ഡ്രൈ ചെയ്ത് പ്രസ് ചെയ്തെടുക്കുന്നതാണ് സാധാരണ. എക്സ്പെല്ലർ വെച്ച് പ്രസ് ചെയ്തെടുക്കുന്നതാണ് സാധാരണ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അതേസമയം വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് പച്ച തേങ്ങയിൽ നിന്നാണ്. ഒരിക്കലും ഉണക്ക തേങ്ങയിൽ നിന്ന് എടുത്താൽ നല്ലതല്ല, അതിന് ആ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് pH ഉണ്ടാകത്തില്ല, ഈ പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. അത് ഈ കൊപ്ര വഴിയുള്ള കോക്കനട്ട് ഓയിലേ വരത്തുള്ളൂ. 2, ഇതിന്റെ ഫ്ലേവറും ടേസ്റ്റും കുറെ കൂടി ബെറ്റർ ആയിരിക്കും. 3 എന്ന് പറയുന്നത് ഇതിൽ ഈ മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അത് ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൂടുതലുള്ള, അത് കുട്ടികൾക്കും ഒരു കുഞ്ഞു കുട്ടികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന ആ ഒരു മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കും സാധാരണ വെളിച്ചെണ്ണയിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും. വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഇത് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സുപ്പീരിയർ ക്വാളിറ്റിയാണ്
സാധാരണ. പിന്നെ അതിൽ തൊട്ടും ഒരു ഹീറ്റ് വരുന്നില്ല. ഈ പ്രസ് ചെയ്യുന്ന കോൾഡ് പ്രസ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 30 ഡിഗ്രി അല്ലെങ്കിൽ 28 ഡിഗ്രി സാധാരണ ആംബിയന്റ് ടെമ്പറേച്ചറിലാണ് അത് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പല ഗുണങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്, അതിനകത്ത് എത്രമാത്രം സത്യമുണ്ട്? അത് ഗുണങ്ങള് ഇപ്പൊ ഇത് പറഞ്ഞ പോലെ 2 ഭാഗം ഉണ്ടല്ലോ എല്ലാത്തിനും. കോക്കനട്ട് ഓയിൽ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ സാച്ചുറേഷൻ പോയിന്റ് നോക്കുവാണെങ്കിൽ ഹൈ സാച്ചുറേറ്റഡ് ആണ് കോക്കനട്ട് ഓയിൽ, ഏകദേശം 90% സാച്ചുറേറ്റഡ് ആണ്. പക്ഷെ പണ്ടത്തെ സ്റ്റഡീസ് എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് എല്ലാം ചീത്തയാണ്, അത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, കൊളസ്ട്രോൾ കൂട്ടും, ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളുകളായിട്ട് വരുന്ന സ്റ്റഡീസ് എന്ന് പറയുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ് പഴയ പറയുന്ന പോലെ അത്ര മോശമൊന്നുമല്ല, എല്ലാ ഫാറ്റുകളും. ചില സാച്ചുറേറ്റഡ് ഫാറ്റ്സ് നല്ലതുമാണ് ആരോഗ്യത്തിന്, പ്രത്യേകിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സും മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സും. അത് രണ്ടും ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ്. ഈവൻ അത് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ പറയുന്നത് ഇപ്പോഴത്തെ സ്റ്റഡീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഈ കോക്കനട്ട് ഓയിലിനുള്ളത് ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ കുറച്ച് ഒരു പ്രോപ്പർട്ടീസ് ഉണ്ട് അതിന്. നമ്മൾ കയ്യിൽ ഈ ചില സ്കിൻ ഡിസീസ് ഉള്ളവർക്കൊക്കെ തേക്കുമ്പോൾ കുറച്ച് അതൊരു ബെറ്റർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് അങ്ങനെ കുറെ സ്റ്റഡീസും ക്ലിനിക്കൽ സ്റ്റഡീസ് കുറെ ഉണ്ട് അതിന്റെ. നമ്മളുടെ പാം പിന്നെ സോയാബീൻ, ഇത് രണ്ടുമാണോ ശരിക്കും ഫാമിംഗ് സൈഡിൽ ഏറ്റവും കൂടുതൽ ഒരു എക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടാക്കുന്നത്? ഇത് രണ്ടെണ്ണമാണ്. കാരണം സസ്റ്റൈനബിലിറ്റി ഇപ്പൊ ഒരു വലിയ ഹോട്ട് ടോപ്പിക്കാണ്. അത് പാമിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഈ സോയ പ്രൊഡ്യൂസിങ് കമ്പനീസ് പാമിനെ ബ്ലെയിം ചെയ്യും, പാം പ്രൊഡ്യൂസിങ് കൺട്രീസ് സോയ പ്രൊഡ്യൂസിങ് കൺട്രീസിനെ ബ്ലെയിം ചെയ്യും. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ സോയയാണ് US സോയ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൂടുതലും ബ്രസീല്, പിന്നെ US, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതലും സോയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവര് പറയുന്നത് ഈ പാം ഡീഫോറസ്റ്റേഷൻ നടത്തുന്നു, ഭയങ്കരമായിട്ട് എന്താ പറയുന്ന ഓസോൺ പാളികളിലെല്ലാം വിള്ളലുണ്ടാകുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മളൊരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ ഒരു പാം ട്രീ 25 വർഷം നിൽക്കും. അതിന്റെ ഒരു കിലോ പാമിൽ നിന്ന് അതിന്റെ ഒരു ഓയിൽ പെർസെന്റേജ് എടുക്കുവാണെങ്കിൽ 40-50% ഓയിലാണ്, ഇൻക്ലൂഡിങ്. പാമിന് ഓയിൽ മാത്രമല്ലേ ഉള്ളൂ, മറ്റേന് പിന്നെയും ഒരുപാടല്ലേ? അതുണ്ട്. പക്ഷെ അത് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ളത്, അതായത് മറ്റേത് ഒരു 10 ഹെക്ടറിൽ ചെയ്യുന്നത് ഇത് 1 ഹെക്ടർ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി സസ്റ്റൈനബിലിറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ അതുകൂടി പറയണമല്ലോ. അപ്പം എത്രത്തോളം വലിയ ഒരു ഫാം വേണം ഇത്ര കുറച്ച് സോയാബീൻ ഓയിൽ ഉണ്ടാക്കാൻ. പക്ഷെ അതേസമയം പാം കുറച്ചുകൂടി എക്കണോമിക്കലാണ്, അവർക്ക് കുറച്ചുകൂടി ഈവൻ ഈ ഡീഫോറസ്ട്രേഷൻ അതൊരു വലിയ പ്രശ്നമായിട്ടാണ് ഈ പറയുന്നത്. പക്ഷെ ഇപ്പം അതിനെപ്പറ്റി ഒത്തിരി ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഈവൻ ഇന്റർനാഷണൽ ലെവലിലാണെങ്കിൽ പോലും ഒരു റൗണ്ട് ടേബിൾ പാം ഓയിൽ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ ഒരു സസ്റ്റൈനബിൾ സപ്ലൈ ചെയിനുള്ള ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പലർക്കും സംശയമുള്ളതാണ്, ഈ നമ്മുടെ നാട്ടിലുള്ള ഈ വെളിച്ചെണ്ണ പാക്ക് ആയിട്ട് വരുന്നുണ്ടല്ലോ, അതിന് താഴെ കുറച്ച് കഴിയുമ്പോൾ ക്രിസ്റ്റൽ പോലെ വെള്ള കളറിൽ വരുന്നത്, അതെന്താണ്? അതിന്റെ ഒരു നോർമൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അത്. ആക്ച്വലി വെളിച്ചെണ്ണ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ വെളിച്ചെണ്ണയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 24 to 25 ആണ്. അപ്പൊ അതൊരു ആ ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ഇപ്പം സാധാരണ അവരിപ്പോ സ്റ്റോർ ചെയ്തേക്കുന്ന വെയർ ഹൗസ് ഓപ്പൺ ആണ്, ടെമ്പറേച്ചർ കൺട്രോൾഡ് ഒന്നും അല്ല എങ്കിൽ സമ്മറിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല, ലിക്വിഡ് ആയിട്ട് തന്നെ കിടക്കും. വിന്റർ ആയി കഴിയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്ത് ലോങ് സ്റ്റോറേജും ആയി കഴിയുമ്പോഴത്തേക്കും അതിലെ ഈ പറഞ്ഞ പോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ സോളിഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അതിന്റെ. അതും ഇപ്പം ഏത് ഓയിൽ എടുത്താലും എന്ത് ഫാറ്റ് എടുത്താലും അതിലെ ഈ ട്രൈഗ്ലിസറൈഡ്, അതാണ് ആ ബേസിക് നമ്മൾ പറഞ്ഞ പോലെ പല ട്രൈഗ്ലിസറൈഡ്സിനും പല മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ അതിലെ ഒരു 30% അല്ലെ 40% ഉണ്ടായിരിക്കത്തുള്ളൂ ആ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. അപ്പൊ അത് ക്രിസ്റ്റലൈസ് ചെയ്യും, അത് ഹാർഡ് ആവും. അപ്പൊ അത് കുറച്ച് ഭാഗം ലിക്വിഡ് ആയിട്ടും കുറച്ച് ഭാഗം സോളിഡ് ആയിട്ടും ഇരിക്കും. അപ്പൊ പല ആളുകൾക്കും അതൊരു തെറ്റിദ്ധാരണയാണ്, അതിലെന്തോ പാരഫിൻ ഓയില്, വാക്സ് ഓയില്, അത് ഇത് എന്നൊക്കെ. അതൊന്നും അല്ലത്, 100% കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഈ വെളിച്ചെണ്ണയിൽ ഏതെങ്കിലും തരത്തില് അഡൾട്ടറി വരാൻ സാധ്യതയുണ്ടോ? വെളിച്ചെണ്ണയിൽ വരാൻ പറ്റുന്ന മെയിൻ ആയിട്ട് വരുന്ന ഒരു അഡൾട്രേഷൻ എന്ന് പറയുന്നത് പാം കണൽ ഓയിൽ, അതായത് അതിന്റെ സെയിം
ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പാമിന്റെ ആ ഒരു കേർണലിൽ നിന്ന് എടുക്കുന്ന ഓയില്. അപ്പൊ അതിലും ഈ ലോറിക് ഫാറ്റി ആസിഡ് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇത് കണ്ടാലും അതിന്റെ ആ ഒരു ആപ്ലിക്കേഷൻസ് ആണേലും എല്ലാം ഈ പറഞ്ഞ ഒരു ഐസ്ക്രീമിനാണേലും ചോക്ലേറ്റിനാണേലും എല്ലാം യൂസ് ചെയ്യുന്ന. അപ്പം ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ആ ഒരു സ്മെല്ല് കിട്ടത്തില്ല. പിന്നെ ഇതിൽ ആ ഒരു മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്സ് കുറവായിരിക്കും. പക്ഷെ അത് നമ്മുടെ ഹെൽത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അത് ആഡ് ചെയ്തു എന്ന് വിചാരിച്ച്. അത് അഡൽട്രേഷൻ ആവുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റെഗുലേഷനിലും അനുസരിച്ചിട്ടുള്ള എന്താ പറയുന്ന സ്പെസിഫിക്കേഷൻ വ്യത്യാസമായിരിക്കുമല്ലോ, അതിൽ അത് ഫിറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് അത് അഡൽട്രേഷൻ ആവുന്നത്. ഈ കാർഡിയോവാസ്കുലർ ഡിസീസസിന് ഏറ്റവും നല്ല, അതായത് അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല ഓയിൽ എന്താണെന്നുള്ള ചാറ്റിൽ എഴുതി ചോദിച്ചിരുന്നത് ഞാനായിരുന്നു. അതിന്റെ ഉത്തരം തൃപ്തികരമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. നമ്മൾ സയന്റിഫിക്കലി ഇത് ചെയ്യുകയാണെങ്കിൽ, സയന്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഏത് ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും കുറവ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഉണ്ടാകുന്നത് എന്ന് കണ്ടുപിടിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട്? ഇപ്പൊ ചോദ്യം ഇതാണെങ്കിൽ, അതായത് ഏത് ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ഏറ്റവും കുറവായിട്ട് കാണപ്പെടുന്നത് എന്താണ് ചോദ്യമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തരാൻ എന്താണ് പ്രശ്നം? ഒന്നാമത്തെ കാര്യം, ഇപ്പം നല്ല ഓയിൽ, ഇപ്പം നമ്മളിപ്പോ ഇത്രയും നേരം കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒമേഗ 3 ഉള്ള ഫാറ്റി ആസിഡ്സ് ഉള്ള ഓയിലുകളാണ് ഹാർട്ടിന് നല്ലത്. അത് കൂടുതലുള്ള ഓയിലുകൾ കഴിക്കുക. അപ്പൊ ഒമേഗ 6ഉം ഒമേഗ 3യും എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ആണെങ്കിൽ പോലും ഒമേഗ 6 കൂടുതൽ കഴിക്കുന്നത് പല ഇൻഫ്ലമേറ്ററി ഡിസീസസ് അങ്ങനെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നെന്ന് പഠനങ്ങളുണ്ട്. അപ്പൊ ഒമേഗ 3 ഒരു ഹാർട്ട് ഫ്രണ്ട്ലി ഫാറ്റി ആസിഡ് ആണ്. അപ്പൊ ഈ ഒമേഗ 3 ഏറ്റവും കൂടുതലുള്ള ഏതിലൊക്കെയാന്ന് ഞാൻ പറയാം. ഫിഷ് ഓയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അത് ഫിഷ് ഓയിലുള്ള ഒമേഗ 3യുടെ ക്വാളിറ്റിയാണ് ഏറ്റവും ബെസ്റ്റും. പിന്നെ വെജിറ്റബിൾ ഒറിജിനിലേക്ക് വന്നു കഴിഞ്ഞാൽ കനോള ഓയിലുണ്ട്, സോയാബീൻ ഓയിലുണ്ട്, പിന്നെ ഫ്ലാക്സ് സീഡ് ഓയില്, ഇപ്പൊ പറഞ്ഞ പോലെ അവക്കാഡോ ഓയില്, പിന്നെ ഈ പല നട്ട് ആൽമണ്ട് നട്ട്സ് ഓയില്, അങ്ങനെ പല ഓയില് ഇതുണ്ട്. അഗെയിൻ നമ്മള് ഇതെല്ലാം നല്ലത് തന്നെ. ഇതെല്ലാം ഈ ഒമേഗ 3 ഓയിൽ കൂടുതലുള്ള ഓയിലുകൾ, ഒമേഗ ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഓയിലുകളെല്ലാം തന്നെ ഹാർട്ടിന് നല്ലത് തന്നെയാണ്. പക്ഷെ എഗെയിൻ ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ നല്ലതാന്ന് പറഞ്ഞിട്ട് ഡെയിലി അതിൽ വറുത്ത സാധനങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. നമ്മൾ അതൊരു മിതമായ അളവിൽ കഴിക്കുക.